Opening Hours with MyFin. ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്, ഓപ്പണിംഗ് അവേഴ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് സൂരജ് സാർ. ഹാപ്പി മോർണിംഗ് വിഷ്ണു. അതായത് ഇന്നത്തെ ഒരു വിപണിയിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന 26,000 എന്നൊരു നിലയിൽ താഴെയാണ് ഇന്നും ട്രേഡിംഗ് തുടരുന്നത്. 25,909 എന്നൊരു നിലയിൽ 117 പോയിൻറ്റിൻ്റെ ഇടിവാണ് നിഫ്റ്റി 50ൽ കാണാൻ സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോഴും 354 പോയിൻറ്റിൻ്റെ ഇടിവുമായിട്ടാണ് ഈ ഒരു മണിക്കൂറിൽ ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇന്ന് ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലാണ്. എല്ലാ ഇൻഡെക്സുകളും ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. മാത്രമല്ല നമ്മൾ സെക്ടറൽ വൈസ് പെർഫോമൻസിലോട്ട് വരുമ്പോൾ ആകെ FMCGയിൽ മാത്രമേ ഇന്നൊരു നേട്ടം കാണുന്നുള്ളൂ. മറ്റ് ഇൻഡെക്സുകളൊക്കെ തന്നെ ഇടിവ് രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഈ ഒരു ഓപ്പണിംഗ് അവേഴ്സിനെ പറ്റി പറയുമ്പോൾ നമ്മളിതൊരു 1 hour ഷോ ആണ്. നമ്മളിവിടെ ചെയ്യുന്നത് പറഞ്ഞാൽ ഗ്ലോബൽ ഹാൻഡ് ഓവേഴ്സ് തുടങ്ങി മാർക്കറ്റിൽ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട നിഫ്റ്റി 50 ബാങ്ക് നിഫ്റ്റി ലെവലുകൾ ഉൾപ്പെടെ കൂടാതെ സ്പോട്ട്ലൈറ്റ് ബിസിനസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കഷനിലോട്ട് കൊണ്ടുവരുന്നത്. സൗരജ് സാർ, നമ്മൾ ഇന്നത്തെ ഒരു വിപണിയിലോട്ട് വരുമ്പോഴും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, മൊത്തത്തിലൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നമ്മൾ US മാർക്കറ്റിലോട്ട് നോക്കുമ്പോഴും ആ AI ബബിൾസ് ഇഷ്യൂസ് അവിടെ നിലവിലുണ്ട്. കാരണം നമ്മൾ ഹാൻഡ് ഓവേഴ്സ് എടുക്കുമ്പോഴും ഇന്നലെയും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ഉണ്ടായിരുന്നു. AI സ്റ്റോക്കിലൊക്കെ തന്നെ ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റ് ഇന്നത്തെ ഒരു മാർക്കറ്റിലോട്ട് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇന്ന് എന്തൊക്കെയാണ്? വിഷ്ണു, ഇന്ന് ഡിസംബർ 16 അല്ലേ? ഡിസംബർ 16 നമ്മളിപ്പോൾ മാർക്കറ്റിലെ സമയം ഏതാണ്ട് 9:35 ആയിരുന്നു അല്ലേ? നമ്മൾ നോക്കുമ്പോൾ നിഫ്റ്റി എത്ര 100 പോയിൻറ്റ്സോളം ഡൗൺ ആണ്. നിഫ്റ്റി 100 പോയിൻറ്റ്സ് ഡൗൺ ആണ് എന്നുള്ളതാണ്, 110 പോയിൻറ്റ്സ് ഡൗൺ ആണ് എന്നുള്ളതാണ് നമുക്ക് കാണും. ഞാൻ 2025 ആസ് ഓൺ ഡേറ്റ് 2025 ഡിസംബർ 16 ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യൂരിയസ് ആയിട്ടുള്ള ഡേ ആണ് ഡിസംബർ 16 എന്നുള്ളത്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ 2025 സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഫെബ്രുവരിയിൽ ബഡ്ജറ്റ് വന്നപ്പോൾ നമ്മളെ ഇൻകം ടാക്സ് റേറ്റ് കട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം ട്രംപിൻ്റെ ടാരിഫ് വന്നു. ഒരുപാട് കാര്യങ്ങൾ, അതായത് GSTയുടെ വലിയൊരു രീതിയിലുള്ള റേറ്റ് റിഡക്ഷൻസ് വന്നു. RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു. US FOMC ഫെഡ് മീറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു. എന്നിങ്ങനെ ഒരുപാട് ഹാപ്പി ന്യൂസസും നെഗറ്റീവ് ന്യൂസും ഒരു മിക്സ്ഡ് ഇമോഷനായിട്ടുള്ള 2025 ആണ് നമ്മൾ കണ്ടതെന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ടറിയാം. ബട്ട് അതിൽ രസകരമായിട്ടുള്ള ദിവസം ഇന്നത്തെ ദിവസമാണ്. കാര്യം ഈ ഡിസംബർ 16 പ്രത്യേകത എന്ന് വെച്ചാൽ, എൻ്റെ മുന്നിൽ നിന്ന് രാവിലെ എണീറ്റിട്ട് ഞാൻ വായിച്ചിരിക്കുന്ന ന്യൂസും എൻ്റെ കയ്യിലിരിക്കുന്ന ഡേറ്റയും വെച്ചിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് 110 പോയിൻറ്റ്സ് നിഫ്റ്റി ഡൗൺ ആണെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ആശ്ചര്യമായിട്ട് തോന്നുന്നു എന്നുള്ളതാണ്. അതിനകത്ത് നമ്മൾ പറയില്ലേ, എന്താണ് ഈ ഞാൻ ഇന്ന് രാവിലെ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഞാൻ ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് പോകുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഇന്ന് മാർക്കറ്റിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസുകൾ ഞാൻ ജസ്റ്റ് ഒരു ലൈൻ പറഞ്ഞിട്ട് നമുക്ക് അതിലെ ഓരോ പോയിന്റിലേക്കും നമുക്ക് വീണ്ടും റീവിസിറ്റ് ചെയ്യാം ഹാൻഡ് ഓവർ നോക്കിയതിന് ശേഷം. ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മളൊന്ന് മനസ്സിലാക്കുന്ന കാര്യം, റുപ്പി അറ്റ് റെക്കോർഡ് ലോ അല്ലേ? റെക്കോർഡ് ലോ. ആൻഡ് 2025 ഇന്ത്യ സീംസ് ടു ബി ദ വേഴ്സ്റ്റ് പെർഫോമിംഗ് ഏഷ്യൻ കറൻസി ഓർ എ മേജർ കറൻസി എഗെയിൻസ്റ്റ് US ഡോളേഴ്സ് എന്നുള്ളത് ഒരു പ്രത്യേകത എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് 5-month ലോ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ന്യൂസും മറ്റൊരു വശത്ത്. വേറൊരു ന്യൂസ് എന്ന് വെച്ചാൽ, ഇന്ത്യയിലെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡീഫ്ലേറ്ററി ലെവൽസിൽ, അതായത് മൈനസാണ് ഇൻഫ്ലേഷൻ എന്നുള്ള രീതിയിലാണ് ഡേറ്റ കാണിക്കുന്നത്. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ്, അൺഎംപ്ലോയ്മെൻറ്റ് അറ്റ് 8-month ലോ. ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെൻറ്റ് കുറഞ്ഞു വരുന്നു എന്നുള്ള പറഞ്ഞത്, അതായത് എംപ്ലോയ്മെൻറ്റ് കൂടി വരുന്നു എന്നുള്ള ന്യൂസ്. 8-month ലോ ആണ് അൺഎംപ്ലോയ്മെൻറ്റ് വന്നിരിക്കുന്ന ന്യൂസ്. നമ്മൾ ഓരോ ന്യൂസും ഞാനിപ്പോൾ പറഞ്ഞതിൽ ഈ റുപ്പിയുടെ കാര്യം ഉപയോഗിച്ചു. കാര്യം റുപ്പിയുടെ കാര്യം എന്ന് പറയുന്നത് എന്താ പറയുക, വേറെ കുറേ ഫാക്ടേഴ്സ് കൊണ്ടാണ് റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യയുടെ മാക്രോ എക്കണോമിക് പാരാമീറ്റേഴ്സ് ഇന്ന് പറഞ്ഞതെല്ലാം പോസിറ്റീവാണ്. ഞാൻ പറഞ്ഞത് ട്രേഡ് ഡെഫിസിറ്റ് 5-month ലോ ആണെന്ന് പറഞ്ഞത്, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഡിഫ്ലേഷൻ ലെവലിലാണ് നിൽക്കുന്നതെന്ന് പറയുന്നത്, അൺഎംപ്ലോയ്മെൻറ്റ് 8-month ലോ ആണെന്ന് പറയുന്നതൊക്കെ ഈ പറയുന്ന പോലെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളാണെന്നുള്ളത്. ഈ ന്യൂസിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളത് ഞാൻ ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് കഴിഞ്ഞിട്ട് ഞാൻ ഓരോന്നിലേക്ക് വന്ന് ഞാനൊന്ന് സമ്മറൈസ് ചെയ്യാം. ഇന്ന് എനിക്ക് സ്പോട്ട്ലൈറ്റ് ബിസിനസ് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാര്യം അത്രയ്ക്ക് കാര്യങ്ങൾ എനിക്ക് പ്രേക്ഷകരായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ട്. പ്രേക്ഷകരായിട്ട് ഷെയർ ചെയ്യുന്ന ഓരോ കാര്യം നമ്മൾ ഓരോ ദിവസം നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും വളരെ എന്താ പറയുക കമ്മിറ്റഡുമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. ഞാൻ വാൾ സ്ട്രീറ്റിലേക്ക് നോക്കാൻ നേരത്ത് വാൾ സ്ട്രീറ്റിൽ എല്ലാ കാര്യങ്ങളും മൈനസ് ആണെന്നുള്ള ഹാൻഡ് ഓവർ നമ്മൾ നോക്കുകയാണെങ്കിൽ AI സ്റ്റോക്സ് കണ്ടിന്യൂഡ് സെല്ലിംഗ് പ്രഷറാണ് AI സ്റ്റോക്സിൽ കാണുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലായി എന്നുള്ള. ഇപ്പോൾ ബ്രോഡ്കോം ഒക്കെ എനിക്ക് തോന്നുന്നു 5.58% ഡൗൺ ആയിരുന്നു. ഓറക്കിൾ 2.76% ഡൗൺ ആയിരുന്നു. ഓറക്കിളൊക്കെ നല്ല രീതിയിൽ ഇടിഞ്ഞു വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത എന്നുള്ളതാണ്. NVIDIA ഒക്കെ ഓൾറെഡി ചെറിയ രീതിയിൽ കറക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. AMDയും മൈക്രോസോഫ്റ്റും ഒക്കെ ഇന്നലെ ഇടിവ് രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തത്. ഓഫ് കോഴ്സ്. അപ്പോൾ S&P 500 ഞാൻ നോക്കുകയാണെങ്കിൽ -0.16% ഡൗൺ ആയിരുന്നു. നാസ്ഡാക്ക് 0.59% ഡൗൺ ആയിരുന്നു. ഡൗ ജോൺസ് 0.09% ഡൗൺ ആയിരുന്നു. അതായത്
US-ൽ നിന്ന് എന്ത് ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് ആണ് വാൾ സ്ട്രീറ്റിൽ നിന്ന് കിട്ടുന്നത്? അതായത് AI ട്രേഡിൽ ഒരു സെല്ലിംഗ് നടക്കുന്നു, പകരം ഒരു സെക്ടർ റൊട്ടേഷൻ നടക്കുന്നു. US-ലെ മണി US-ൽ തന്നെ നിലനിൽക്കുന്നു. AI സ്റ്റോക്സ് സെല്ല് ചെയ്തിട്ട് US-ന് പുറത്തോട്ട് വരുന്നില്ല. ലാർജർ ആയിട്ടുള്ള റസൽ 2000 പോലെയുള്ള സ്മോൾ ക്യാപ് സ്റ്റോക്കിലേക്കും വാല്യൂ ഹെവി ആയിട്ടുള്ള ഹെൽത്ത് കെയർ സ്റ്റോക്സിലേക്കും പോകുന്നതായിട്ടാണ് US മാർക്കറ്റ് കാണിക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ 3 ഇൻഡിസസും നെഗറ്റീവാണ് എന്നുള്ള കാര്യത്തിലുള്ള ഒരു ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് ആണ് വാൾ സ്ട്രീറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആസ് ഫാർ ആസ് വാൾ സ്ട്രീറ്റ് ഇസ് കൺസേൺ നത്തിങ് ടു വറി. അവിടെ ഒരു വാല്യുവേഷൻ കറക്ഷൻ സംഭവിക്കുന്നു എന്നല്ലാതെ. സാർ, ഈ AI-ൽ ഇപ്പോൾ ഇടിവ് നടക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ മറ്റ് ചില സ്റ്റോക്കുകൾ, അതായത് JP Morgan, ബാങ്ക് ഓഫ് അമേരിക്ക അല്ലെങ്കിൽ ജോൺസൺ ആൻഡ് ജോൺസൺ ഒക്കെ സർവ്വകാല ഉയരത്തിലുമാണ് അവിടെ ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ജോൺസൺ ആൻഡ് ജോൺസൺ ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് 2-3 മാസമായിട്ട് നമ്മൾ ഈ AI സ്റ്റോക്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു സ്റ്റോക്കാണ് ജോൺസൺ ആൻഡ് ജോൺസൺ എന്നുള്ളത്. ബട്ട് കംപ്ലീറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, എന്തുകൊണ്ട് നമ്മൾ AI സ്റ്റോക്സിനെ US-ൽ പറയുന്നു വെച്ചാൽ അവരുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ റിട്ടേൺ മാത്രമല്ല, അമേരിക്കൻ GDP-യുടെ വലിയൊരു വിഭാഗം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസിൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബിസിനസ്സുകളുണ്ടല്ലോ. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ NVIDIA, Intel, ആൽഫബറ്റ് അങ്ങനത്തെ സ്റ്റോക്കുകളുടെ, മെറ്റ പോലത്തെ പ്ലാറ്റ്ഫോംസിൻ്റെ GDP-യിലുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ആ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എ സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഓഫ് അമേരിക്കൻ GDP. അപ്പോൾ ഈ എക്കണോമി വൈസും സ്റ്റോക്ക് മാർക്കറ്റ് വൈസും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റോക്ക് അല്ലെങ്കിൽ മാക്സ് 7 സ്റ്റോക്സ് പ്ലസ് ബ്രോഡ്കോം പ്ലസ് പലാൻഡർ അതിൻ്റെ രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടാണ് നമ്മൾ അതിനെ എടുത്തു പറയുന്നത്. എന്നാൽ നമ്മൾ ജോൺസൺ ആൻഡ് ജോൺസൺ പോലത്തുള്ള സ്റ്റോക്കുകളുടെ പെർഫോമൻസിനെ കുറിച്ച് വലുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തില്ല എന്നല്ല. ജോൺസൺ ആൻഡ് ജോൺസൺ അതിൻ്റേതായ സ്ട്രക്ചറൽ ആയിട്ടുള്ള പോസിറ്റീവ് റീസൺസും ഉണ്ടായിരുന്നു നന്നായിട്ട് പെർഫോം ചെയ്യാൻ. ബട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റോക്സ് നമ്മൾ എന്തുകൊണ്ട് എടുത്തു പറയുന്നു എന്ന് വെച്ചാൽ, ഈ പറയുന്ന പോലെ ദർ ഇസ് എ ഫ്ലഷ് ഓഫ് ക്യാപിറ്റൽ കമ്മിങ് ഇൻ ഇറ്റ്. അതായത് ലോകത്ത് പല മാർക്കറ്റും, ഇന്ത്യ പോലെയുള്ള എമർജിങ് മാർക്കറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് എന്ന് തന്നെ വിചാരിക്കുക, ഇവിടുന്ന് സെല്ല് ചെയ്ത് പോയ ലാസ്റ്റ് 2 കൊല്ലമായിട്ടുള്ള $32 ബില്യൺ പൈസയുടെ ഭൂരിഭാഗവും കയറിയിരിക്കുന്നത് ഈ പറയുന്ന പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കേപ്പബിലിറ്റി ഉള്ള ബിസിനസ്സുകളിൽ അല്ലെങ്കിൽ അതിൻ്റേതായ സ്റ്റോക്കുകളിലാണ് കയറിയെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഹാൻഡ് ഓവർ പറയുമ്പോൾ ഈ സ്റ്റോക്കുകൾ ചേർത്ത് വെച്ച് വായിച്ചു പോകുന്നത്. ഇപ്പോൾ ജോൺസൺ ആൻഡ് ജോൺസൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയായിട്ട് അത്രയ്ക്ക് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്റ്റോക്ക് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അതിനെ മെൻഷൻ ചെയ്യാത്ത. ബട്ട് ജോൺസൺ ആൻഡ് ജോൺസൺ കണ്ടിന്യൂസ് ടു ബി എ ഗുഡ് പെർഫോമർ ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്സ്, അല്ലാതെ US സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള കാര്യം നമുക്ക് യാതൊരു ഡൗട്ടും വേണ്ട എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് US-ലെ ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് വാൾ സ്ട്രീറ്റിൽ നിന്ന് നോക്കി, ഇനി നമുക്ക് പൊതുവെ ജനറൽ ഡേറ്റ നോക്കുകയാണെങ്കിൽ ഈ നവംബറിൽ വരാൻ പോണ ജോബ് ഡേറ്റ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഇന്ന് ലേറ്റർ ടുഡേ, ഇന്നായിരിക്കണം ജോബ്സ് ഡേറ്റ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ നമുക്കറിയാലോ ഷട്ട് ഡൗണിന് ശേഷം വളരെ ലാഗ് ആയിട്ടാണ് പല ഡേറ്റകളും വരുന്നത്. അപ്പോൾ ഈ ജോബ് ഡേറ്റ എന്ന് പറയുന്നത്, ഇന്ന് വരാൻ കിടക്കുന്ന ജോബ് ഡേറ്റ എന്ന് പറയുന്നത് നോൺ ഫാം പേറോൾ ഡേറ്റയാണ് ഇന്ന് വരാൻ പോകുന്നതെന്നുള്ള. അപ്പോൾ ശരിക്കും ഒരു മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ 50,000 ആണ് വേഴ്സസ് 1,19,000 ജോബ്സ് ഇൻ സെപ്റ്റംബർ. അതിന് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് മാർക്കറ്റ് ഉറ്റുനോക്കുന്നത്. 50,000-ൽ താഴെയാണെങ്കിൽ നെഗറ്റീവായിട്ടും 50,000-ന് മുകളിലായിട്ടാണെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടായിരിക്കും മാർക്കറ്റ് ഈ ജോബ് ഡേറ്റ റീഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. ബട്ട് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്നുള്ള. ബട്ട് ഡിസംബറിൽ എന്തായാലും റേറ്റ് കട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഡേറ്റയ്ക്ക്, ഈ വീക്കിലെ ഡേറ്റയ്ക്ക് ഞാൻ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. കാര്യം വീക്കിലി ഒക്കെ വരികയാണല്ലോ ഈ ജോബ് ഡേറ്റ. അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത വീക്ക്, അതിൻ്റെ അടുത്ത വീക്കൊക്കെ എങ്ങനെ ഇരിക്കുന്നത് നോക്കിയിട്ട് വേണം നമുക്കിനി അടുത്ത് വരാൻ പോണ FOMC മീറ്റിങ്ങിൽ റേറ്റ് കട്ട് ഉണ്ടാവോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ട. അപ്പോൾ ഇറലവൻ്റ് ആണ് ഈ ജോബ് ഡേറ്റ, ബട്ട് ഡേറ്റ ഈസ് കമ്മിങ് എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഗ്രാജുവൽ പ്രോസസ്സ്, ജോബ് ക്ലെയിംസ്, ജോബ്ലെസ്നെസ് ക്ലെയിംസ് ഇതൊക്കെ എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്ക് ടോട്ടലായിട്ട് കൺസിക്യൂട്ടീവായിട്ട് നമുക്കൊന്ന് വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ള. പിന്നെ നമ്മൾ US-ൽ ട്രഷറി മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് കിട്ടുമോ നോക്കുകയാണെങ്കിൽ ബോണ്ട് ഡീൽസ് ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിരിക്കുകയാണെന്നുള്ളത്. കാര്യം വെച്ചാൽ കീ എക്കണോമിക് ഡേറ്റാസ് ഒക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു കൺഫ്യൂഷനും അൺസർട്ടനിറ്റിയും കാരണം ബോണ്ട് ഡീൽഡ് ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് 10-year US ബോണ്ട് ഡീൽഡ് 4.16% ട്രേഡ് ചെയ്യണേ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഓയിലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓയിലിൻ്റെ ഒരു സപ്ലൈ കൺസേൺസ്, അതായത് പ്രൊഡക്ഷൻ ഇൻക്രീസ് ഒക്കെ ഭയങ്കരമായിട്ട് ഓയിൽ മാർക്കറ്റിലേക്ക് വരും എന്ന് OPEC പ്ലസ് പറഞ്ഞത് തന്നെയാണ് മാർക്കറ്റിൽ ഇമ്പാക്റ്റ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല റഷ്യയും യുക്രൈനും തമ്മിലുള്ള പീസ് ടോക്കിൻ്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, യുക്രൈൻ എന്ന് പറയുന്നത് ഇപ്പം നിർബന്ധം പിടിക്കുന്നില്ല നേറ്റോൻ്റെ മെമ്പർ ആവാനായിട്ട്. അതൊരു വലിയൊരു കണ്ടൻഷ്യസ് ആയിട്ടുള്ള ഇഷ്യൂ ആയിരുന്നു ബിറ്റ്വീൻ റഷ്യ ആൻഡ് യുക്രൈൻ എന്നുള്ളത്. ആ കാര്യത്തിലൊക്കെ സെലൻസ്കിയുടെ ഭാഗത്തു നിന്നൊരു സോഫ്റ്റ്നെസ് വന്നതോടുകൂടി പിന്നെ OPEC പ്ലസിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഓവർ സപ്ലൈ, അതായത് ഒരുപാട് പ്രൊഡക്ഷൻ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളൊരു ന്യൂസ് കാരണം ഓയിൽ മാർക്കറ്റ് വളരെ ഡിപ്ഡ് ആണെന്നുള്ളത്. അതായത് $61 പെർ ബാരൽ എന്ന രീതിയിൽ, അതായത് $61 പെർ ബാരലിൻ്റെ താഴെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. That is positive for India because India is a major consumer of oil. അതായത് റോ മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ നമ്മൾ വളരെ കൺസ്യൂമർ ആണ് ഓയിൽ എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാമെന്നുള്ള.
പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് യു എസിൽ വേറെ എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രംപിൻ്റെ, അതായത് ട്രംപ് ഒരു കേസ് ഫയൽ ചെയ്യാണ് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി, അതായത് BBC അഗെയിൻസ്റ്റ് ആയിട്ട്. അതായത് ഫ്ലോറിഡയിലെ ഒരു ഫെഡറൽ കോർട്ടിലാണ് ഈ സൂട്ട് ഫയൽ ചെയ്യാൻ പോകുന്നത് ട്രംപ്. ഏതാണ്ട് $10 ബില്യൺ ലോ സൂട്ടാണ് ഫയൽ ചെയ്യുന്നത്. $10 ബില്യൺ. ആ $10 ബില്യൺ എന്ന് പറഞ്ഞാൽ 5 ബില്യൺ അതിൽ ഡിഫമേഷൻ, മാനനഷ്ടത്തിന് വേണ്ടിയിട്ടാണ് 5 ബില്യൺ ഡിഫമേഷൻ വരുന്നത്. പിന്നെ 5 ബില്യൺ ഡിസെപ്റ്റീവ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്, അതിന് വേണ്ടിയിട്ട് വേറൊരു 5 ബില്യണും കൂടെ, രണ്ടും കൂടെ ചേർന്ന് $10 ബില്യൺ ഒരു മാനനഷ്ടം കേസാണ് ഈ ട്രംപ് ഫയൽ ചെയ്യുന്നത് എന്നുള്ളത്. അത് BBC എന്ന് പറയുന്നത് അത് ട്രംപിൻ്റെ ലീഗൽ ടീമും അലജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതായത് പണ്ട് നമ്മൾ ഓർമ്മയുണ്ടോ, അതായത് വിഷ്ണുവിനും പ്രേക്ഷകർക്കൊക്കെ അറിയാമായിരിക്കും, 2021 ജാനുവരിയിൽ, അതായത് 2020 ലാസ്റ്റൊക്കെയാണ് ഈ പറഞ്ഞ പോലെ US പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടന്നത്. അതിൽ ട്രംപ് പറയുകയും ചെയ്തു, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇലക്ഷൻ തോറ്റില്ല, ഇലക്ഷൻ റിഗ്ഡ് ആയിരുന്നു, ബൈഡൻ ജയിച്ചത് നേരായ രീതിയിലല്ല എന്നുള്ള രീതിയിലൊക്കെ ഒരു ചീറ്റിംഗ് ആയിരുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ കാരണം അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടേഴ്സ് 2021 ജാനുവരിയിലാണെന്ന് തോന്നുന്നു ഈ ക്യാപിറ്റോൾ, അതായത് വാഷിങ്ടൺ DC കയറി കൈയടക്കുകയും ഒരുപാട് ആൾക്കാർ കയറി വരികയൊക്കെ ചെയ്തിരുന്നു എന്നുള്ള. അപ്പോൾ അതിനകത്ത് ആ സമയത്ത് ഏതാണ്ട് BBC ഒരു ഡോക്യുമെൻ്ററി ഇറക്കിയിരുന്നു, അതായത് പനോരാമിക് ഡോക്യുമെൻ്ററി എന്നാണ് പറയുന്നത്. ആ BBC എന്ന് വെച്ചാൽ ഈ ട്രംപിൻ്റെ ഒരു സ്പീച്ച്, അതായത് 2 സമയങ്ങളിലായിട്ട് നടന്ന സ്പീച്ച്, അതായത് 55 മിനിറ്റിൻ്റെ ഇടവേളയിൽ നടന്ന 2 സ്പീച്ചിൽ നിന്നും 2 പ്രസക്ത ഭാഗങ്ങളെടുത്ത് അവർ മിക്സ് ചെയ്ത് ഒരു സ്പീച്ചാക്കി ഇവർ ആ ഡോക്യുമെൻ്ററിയിൽ എയർ ചെയ്തു. അത് എയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് കാണുന്നവന് തോന്നുന്നതെന്ന് വെച്ചാൽ ട്രംപിൻ്റെ സപ്പോർട്ടേഴ്സിനടുത്ത് ഈ പറയുന്ന പോലെ നിങ്ങളെ പോയി ഇതെല്ലാം കീഴടക്കൂ എന്നുള്ള രീതിയിൽ, അതായത് ട്രംപ് ഇസ് ഇൻസൈറ്റിംഗ് വയലൻസ് എന്നുള്ളൊരു ഒരു എസൻസ് അല്ലെങ്കിൽ ഔട്ട്കം അങ്ങനെയായിരുന്നു ആ ഡോക്യുമെൻ്ററി എന്നുള്ളത്. അപ്പോൾ ട്രംപ് പറയണമെന്ന് വെച്ചാൽ അത് ചെയ്തിട്ട് മനഃപൂർവ്വം എൻ്റെ ഇലക്ഷനൊക്കെ, അതായത് എൻ്റെ എല്ലാ കാര്യങ്ങളും, എൻ്റെ പൊളിറ്റിക്കൽ കാരിയർ തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് BBC മനഃപൂർവ്വം ചെയ്ത ഒരു പരിപാടിയായിരുന്നു എന്നുള്ള രീതിയിലാണ് എന്നുള്ളത്. പിന്നെ നമ്മളിതിപ്പോൾ അടുത്ത കാലത്തേക്ക് വന്നപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ BBC ചെയർമാൻ ഉണ്ടല്ലോ, അതായത് സമീർ ഷാ പറയുന്നത് വെച്ചാൽ അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി എന്നുള്ള കാര്യം അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അതായത് ഒരു എറർ ഓഫ് ജഡ്ജ്മെൻറ്റ് അതിനകത്ത് വന്നിട്ടുണ്ട്. അതായത് എഡിറ്റിംഗ് പ്രോസസ്സ് ഒരു മിസ്റ്റേക്കൺ ആയിട്ടുള്ള ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് BBC സമ്മതിച്ചു എന്നുള്ളതാണ് കാര്യം. അത് കണ്ടുവരുമ്പോൾ ഏതാണ്ട് ട്രംപ് ഈസ് ഇൻസൈറ്റിംഗ് വയലൻസ് എന്നുള്ള രീതിയിലേക്ക് ആ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അത് 2 കാര്യങ്ങൾ ചേർത്ത് വെച്ചത് കാരണം ആണ് അതങ്ങനെ സംഭവിച്ചതെന്നുള്ളതാണ് അതിനകത്തുള്ള രസകരമായിട്ടുള്ള കാര്യം. ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ വിഷ്ണു ഇതിൻ്റെ പേരും പറഞ്ഞിട്ടേ ഈ BBCയിൽ ഇങ്ങനെ ഒരു എഡിറ്റിങ്ങിൽ ഒരു ഫ്ലോ വന്നിട്ടുണ്ട് എന്നുള്ളൊരു മെമ്മോ, അതായത് BBCക്കകത്തുള്ള ഒരു ഇൻറ്റേർണൽ മെമ്മോ ലീക്ക് ചെയ്തത് കാരണം 2 പേർക്ക് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോയി. അതായത് ടോപ്പ് എക്സിക്യൂട്ടീവ്സിന്, അതായത് എനിക്കൊരു BBCയുടെ ഡയറക്ടർ ടിം ഡാവിയും അതുപോലെ CEO ഓഫ് BBC ന്യൂസ് ഡെബോറ ടേണേഴ്സിനും റിസൈൻ ചെയ്ത് പോകേണ്ടി വന്നു. ഏതായാലും നവംബർ 2025 റിസൈൻ ചെയ്ത് പോകേണ്ടി വന്നു എന്നുള്ള. ബട്ട് BBC പറയുന്നൊരു കാര്യം വെച്ചാൽ BBC അക്സെപ്റ്റ് ചെയ്യുന്നു, അതായത് ഇതിങ്ങനത്തെ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്തേക്കാം, ബട്ട് ലീഗലി ഞങ്ങൾ ഇതിനെ ഓൺ ചെയ്യുന്നില്ല. കാര്യം ലീഗലി ഞങ്ങൾ ഇതിനകത്ത് ഉത്തരവാദിത്വം ഏറ്റെടുക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ, അതായത് ഡിഫമേഷൻ സൂട്ടാണല്ലോ ഇപ്പം ട്രംപ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ ഞങ്ങളിത് മനഃപൂർവ്വം ചെയ്തതല്ല, അൺഇൻറ്റൻഷനാണ്. ഞങ്ങൾ 2 സ്പീച്ചുകൾ 55 മിനിറ്റിൻ്റെ അല്ലെങ്കിൽ 1 മണിക്കൂറിൻ്റെ ഇടവിലുള്ള 2 സ്പീച്ചുകൾ എഡിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഞങ്ങളുടെ ഔട്ട്കം ഇങ്ങനെയാണ് ആൾക്കാർ മനസ്സിലാക്കണം എന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ സംഭവിച്ച 2 കാര്യങ്ങൾ എഡിറ്റ് ചെയ്തു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ ഔട്ട്കം ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളതാണ്. അതുമാത്രമല്ല ഞങ്ങളിത് എയർ ചെയ്തത് US-ലല്ല, US-ൻ്റെ പുറത്താണ് എന്നുള്ളത്. അപ്പം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എഡിറ്റിങ്ങിൽ അങ്ങനെ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്ത് പോയി എന്നുള്ളത് ശരി തന്നെയാണ് എന്നാണ് BBC പറയുന്നത്. ബട്ട് അത് അൺഇൻറ്റൻഷനലാണ്. അതുകൊണ്ട് ലീഗലി ഞങ്ങൾ ലീഗൽ ബേസിസിൽ ഈ ഡിഫമേഷൻ ക്ലെയിം ഞങ്ങൾ റിജക്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ BBC ഈസ് ഫൈറ്റിംഗ് ബാക്ക് എന്നുള്ള. പക്ഷേ ട്രംപിനെ സംബന്ധിച്ചോളം ട്രംപിന് എഗെയിൻസ്റ്റ് ആയിട്ട് പല ചാനലുകളും, അതായത് ഉദാഹരണത്തിന് ABC ന്യൂസ് അതുപോലെ CBS ഇവരൊക്കെ ഇങ്ങനത്തെ ന്യൂസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ട്രംപ് വളരെ വലിയ $multi-million ലോ സൂട്ട് ഫയൽ ചെയ്തിട്ട് അദ്ദേഹത്തിന് അതിനൊരു സെറ്റിൽമെൻറ്റ് അദ്ദേഹത്തിന് ഫേവറബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടും അദ്ദേഹം ഈ BBC ആയിട്ടുള്ള കേസ് മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ്. ഇതൊരു പക്ഷേ ഈ പറയുന്ന പോലെ US-ഉം UK-യും തമ്മിലുള്ള ആ ഫോറിൻ റിലേഷൻസ് ഡിപ്ലോമസിയിൽ എങ്ങനെയാണ് ഇത് ഊരിത്തിരിഞ്ഞു വരുന്നത്
എന്നുള്ളത് നമുക്ക് നോക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു നോൺ ഈവൻ്റ് ആണ്. പക്ഷേ നമ്മളിതൊക്കെ എന്തുകൊണ്ട് ഇതിനകത്ത് പറയുന്നത് വെച്ചാൽ ട്രംപ് എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു ക്യാരക്ടർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, കാര്യം ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അനുസരിച്ചായിരിക്കുമല്ലോ നമുക്ക് ഇൻഡോ US ട്രേഡ് ഡീൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നു എന്നുള്ള. അപ്പോൾ ഈ റുപ്പി ഫോളിംഗ് എന്ന് പറയുന്ന കാര്യം ഇപ്പോൾ അതാണ് അതിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, തുടക്കത്തിൽ തന്നെ പറഞ്ഞു കുറച്ച് ന്യൂസുകളാണ്. അതായത് റുപ്പി കണ്ടിന്യൂസ് ഇറ്റ്സ് ഫോൾ അല്ലേ. ഏതാണ്ട് 2025 കലണ്ടർ ഇയർ നോക്കുകയാണെങ്കിൽ 5.64% ഡൗൺ ആയിട്ടുള്ള ഒരു കറൻസിയാണ്. അതായത് എഗെയിൻസ്റ്റ് US ഡോളേഴ്സ് ആണ് ഞാൻ പറയുന്നത്. എഗെയിൻസ്റ്റ് US ഡോളേഴ്സ് 5.64% ഡൗൺ ആണ്, മേക്കിംഗ് ഇന്ത്യൻ റുപ്പി വൺ ഓഫ് ദ വേഴ്സ്റ്റ് പെർഫോമിംഗ് മേജർ കറൻസി, വൺ ഓഫ് ദ മോസ്റ്റ് വേഴ്സ്റ്റ് പെർഫോമിംഗ് ഏഷ്യൻ കറൻസി എന്ന് കൂടെ പറഞ്ഞു വയ്ക്കേണ്ടതായിട്ടിരിക്കുന്നത് എഗെയിൻസ്റ്റ് ഡോളർ എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകതയായിട്ടുള്ളത്. അപ്പം നമ്മൾ ഇന്നലെ നോക്കുകയാണെങ്കിൽ പുതിയ ലോ ഹിറ്റ് ചെയ്തിരിക്കുന്നു അല്ലേ വിഷ്ണു? ഏതാണ്ട് എനിക്ക് തോന്നുന്നു 90.8 പെർ ഡോളർ എന്നുള്ള ലെവലിലേക്ക് ഇൻട്രാഡേ അത് വന്ന് ടച്ച് ചെയ്തിട്ട് 90.73 ഒരു ക്ലോസ് വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഫ്രഷ് ലോ ക്ലോസിങ് എനിക്ക് തോന്നുന്നു ഫ്രൈഡേ 90.42 ആയിരുന്നു. അതിൽ നിന്നും മാറി 90.73 ഇന്നലെ ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റുപ്പി വീണ്ടും ഡിപ്രിഷിയേറ്റ് ചെയ്തു എന്ന് തന്നെയാണ് അർത്ഥം. അതായത് ഇൻട്രാഡേ 90.8 പോയി എന്നുള്ളതും വാസ്തവം തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ ഫ്രൈഡേ ക്ലോസിംഗ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ മൺഡേ നോക്കുമ്പോൾ വീണ്ടും 32 പൈസയുടെ ഡിപ്രിസിയേഷൻ ഇന്ത്യൻ റുപ്പിയിൽ നടന്നു ആൻഡ് ക്ലോസിംഗ് അറ്റ് ന്യൂ ലോ ഓഫ് 90.73 എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് പ്രശ്നം വന്നത്? മാർക്കറ്റിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് റുപ്പി താഴേക്ക് പോകുന്നു എന്നുള്ളത് നമ്മൾ ഇതിന് മുമ്പായിട്ടുള്ള ഒരുപാട് നമ്മൾ എപ്പിസോഡ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താണെങ്കിൽ നമ്മൾ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാലോ, റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഏറ്റവും കാര്യം റുപ്പിയുടെ മേൽ ഒരുപാട് റുപ്പിയുടെ മേൽ ഒരുപാട് പ്രഷറുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഡോളർ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകുന്നു. എന്ത് കാരണം? ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്, അത് US ഇൻവെസ്റ്റേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഹെവി സെല്ലിങ് ഇന്ത്യൻ ഇക്വിറ്റീസ്, അതായത് ഇന്ത്യൻ സ്റ്റോക്സും ഇന്ത്യൻ ഡെപ്റ്റും സെല്ല് ചെയ്ത് പൈസ പുറത്തോട്ട് എടുത്തുകൊണ്ട് പോകുന്നത് കാരണം റുപ്പിയിൽ പ്രഷറുണ്ട് ആൻഡ് റുപ്പി ഈസ് ഡിപ്രീഷിയേറ്റിംഗ് എഗെയിൻസ്റ്റ് ഡോളർ. അതാണ് ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ എന്തായിരിക്കും? ഈ ഇയർ എൻഡ് ആകുമ്പോഴത്തേക്കും ഒരുപാട് എക്സ്പോർട്ടേഴ്സിന് ഡോളർ പേയ്മെൻറ്റ് ഓബ്ലിഗേഷൻസ്, അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവർ ഒരുപാട് ഡോളർ മേടിക്കുമ്പോൾ ഡോളറിൻ്റെ ഡിമാൻഡും കൂടുന്നു എന്നുള്ളത് രണ്ടാമത്തെ ഒരു കാര്യം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്താ? പല കമ്പനികളും, ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന പല കമ്പനികളും ഫോറിൻ ഡെപ്റ്റ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഫോറിൻ ലോൺ എടുത്തിട്ടുണ്ട്. ഈ ഫോറിൻ ലോണിൻ്റെ ഇയർ എൻഡ് റീപേയ്മെൻറ്റിൻ്റെ സമയമാകുമ്പോഴും അത് ഡോളറിലാക്കി വേണം പേ ചെയ്യാനായിട്ട്. അതും ഡോളറിൻ്റെ ഡിമാൻഡ് ഇന്ത്യൻ മാർക്കറ്റിൽ കൂട്ടുന്നു എന്നുള്ളതും ഒരു പ്രഷറാണ്. പിന്നെയുള്ളത് സ്റ്റുഡൻറ്റ് ഫീസാണ്. ഇപ്പോൾ ഇയർ എൻഡ് ആകുമ്പോഴത്തേക്കും പല പഠിക്കാൻ പോയ സ്റ്റുഡൻസ്, അത് കോളേജസിലും യൂണിവേഴ്സിറ്റിയിലും പോയിട്ടുള്ള സ്റ്റുഡൻസിന് ഇനി ഏത് രാജ്യത്താണെങ്കിലും അവർ കൂടുതലും ആദ്യം കൺവേർട്ട് ചെയ്തെടുക്കുന്നത് US ഡോളേഴ്സിൽ തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഫാക്ടർ ഇസ് ഓൾസോ പുട്ടിംഗ് പ്രഷർ ഓൺ ഇന്ത്യൻ റുപ്പി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ നമുക്കല്ല, ഇയർ എൻഡ് ട്രാവലാണ്. ഒരുപാട് ഇന്ത്യൻ ടൂറിസ്റ്റുകൾ ഫോറിൻ രാജ്യങ്ങളിലേക്ക് സന്ദർശിക്കുന്നുണ്ട്. അത് US മാത്രമല്ല, UK, യൂറോപ്പ്, ഏഷ്യൻ കൺട്രീസ്, ഗൾഫ് കൺട്രീസ്, ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴും എനിക്ക് തോന്നുന്ന ഒരു മീഡിയം ഓഫ് ട്രാൻസാക്ഷനായിട്ട് പലരും, അതിൽ നല്ലൊരു ശതമാനം ആൾക്കാരും ട്രാവൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന കറൻസി മിക്കവാറും US ഡോളേഴ്സ് തന്നെ ആയിരിക്കും എന്നുള്ള. ഇപ്പം നമ്മൾ റഷ്യ പോലെ, കസക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളും അസർബൈജാൻ പോലുള്ള സ്ഥലങ്ങളും നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകണമെങ്കിലും അവരുടെ ലോക്കൽ കറൻസി നമ്മൾ ഇവിടുന്ന് മാറ്റിക്കൊണ്ട് പോകാറില്ല. സാധാരണ നമ്മൾ ഡോളറാണ് നമ്മൾ ക്യാരി ചെയ്ത് പോയിട്ട് ആ കൺട്രി ചെന്നിട്ട് ഡോളർ മാറ്റി അവരുടെ ലോക്കൽ കറൻസിയിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഡിമാൻഡ് ഫോർ ഡോളർ ഫ്രം ബേസിക്കലി ദ ടൂറിസ്റ്റ്, അതായത് ഫോറിൻ ടൂറിസ്റ്റിനും ഒരു പ്രഷറായി വരാം റുപ്പിക്ക് എന്നുള്ളതാണ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഇമോഷണൽ ആൻഡ് സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അതായത് ഇന്ത്യ US ട്രേഡ് ഡീൽ നടന്നില്ല എന്നുള്ളൊരു കാര്യം ഈസ് പുട്ടിങ് എ സെൻറ്റിമെൻ്റൽ പ്രഷർ ഓൺ ഇന്ത്യൻ റുപ്പി എന്നുള്ള. അപ്പോൾ ഈ പല കാരണങ്ങളും കൊണ്ടും റുപ്പി വീക്കായിട്ട് നിൽക്കുകയാണ് എന്നുള്ള കാര്യം അറിയാം. ഇപ്പോൾ നമ്മുടെ ടെക്നിക്കൽ മാർക്കറ്റിൽ, അതായത് ഫോറക്സ് ട്രേഡേഴ്സിൻ്റെ അടുത്ത് നമ്മളൊന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ പറയുന്ന കാര്യം, ഈ 9.8 ആയിരുന്നല്ലോ ഇന്നലത്തെ ഇൻട്രാഡേ ലോ, അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മിക്കവാറും 91 ടച്ച് ചെയ്യാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സാർ, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, അതായത് നമുക്ക് FIസിൻ്റെ ഒരു വരവിനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ. ഒരു ഈ ഇയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരുമ്പോൾ റുപ്പി വീണ്ടും ഇതൊരു തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞൊരു ഇയറിലും ഇതേപോലെ ഒരു സ്റ്റാർട്ടിങ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട്, എസ്പെഷ്യലി ഒരു മാർച്ച് മാസങ്ങളിലൊക്കെ നോക്കുമ്പോൾ. ആവാം, ഇൻ ഹോപ്പ് വി ലിവ്. കാര്യം വെച്ചാൽ അവർ തിരിച്ച് ഡോളേഴ്സ് തിരിച്ചു വരികയാണ്. അല്ലെങ്കിൽ ഒരു FDIയുടെ രൂപത്തിൽ വന്നാലും മതി, FIയുടെ രൂപത്തിൽ വരണ്ട. FI എന്ന് പറയുമ്പോൾ കൂടുതലും സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. FDI രൂപത്തിൽ വലിയ ക്യാപിറ്റൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യാനും പല കമ്പനികളെ ടേക്ക് ഓവർ ചെയ്യാനും ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും പൈസ തിരിച്ചു വരികയാണെങ്കിൽ പോലും ഇതേ പറഞ്ഞ പോലെ റുപ്പിയുടെ ആ ഒരു പ്രഷർ ഭയങ്കരമായിട്ട് കുറഞ്ഞ് ഒന്ന് കയറാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ള. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്ന കാര്യം, റുപ്പി ഈ ഫ്രീ ഫോൾ വരാനായിട്ടുള്ള ബേസിക് കാരണം എന്ന് വെച്ചാൽ RBI ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള. RBIയുടെ ഇനഫ് ആയിട്ടുള്ള
ഡോളർ റിസർവ്സ് ഉണ്ടെങ്കിലും RBI അത് ചെയ്യുന്നില്ല. അറിയാം, RBI മിക്കവാറും വിശ്വസിക്കുന്നത് ഇങ്ങനെയായിരിക്കാം, അതായത് നമ്മുടെ ആ എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ്നെസ് ഒന്ന് കൂട്ടാം. അതായത് depreciating rupee and appreciating dollars is good for exporters and India's export data എന്നുള്ളതാണ് RBI മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് RBI പർപ്പസ്ഫുള്ളി റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്തോട്ടെ എന്നുള്ളൊരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മാർക്കറ്റ് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. മോണിറ്ററി പോളിസിയിൽ അങ്ങനത്തെ ഒരു കമന്റ് രീതിയിലായിരുന്നു RBIയുടെ ഭാഗത്തുണ്ട്. ഓഫ് കോഴ്സ് അത് സാധാരണ ഇന്ത്യൻ മാർക്കറ്റിൽ RBI ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. കാര്യം നമുക്കറിയാം, സാധാരണ ഒരു ഐഡിയൽ ആയിട്ടുള്ള, അതായത് ഒരു ബാസ്ക്കറ്റ് ഓഫ് കറൻസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇന്ത്യയുടെ റുപ്പിയെ നമ്മൾ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ നേരത്ത് ഒരു നല്ല ഫിഗർ എന്ന് പറയുന്നത് ഒരു $88 അല്ലെങ്കിൽ ഒരു 88.5 ഒക്കെ ആയിരിക്കണം ശരിക്കും പറഞ്ഞാൽ വന്ന് കിടക്കേണ്ടത്. പക്ഷേ അതിനേക്കാട്ടിലും ഡിപ്രിഷിയേറ്റ് ചെയ്ത് 90 ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം റുപ്പി ഈസ് ഗെറ്റിംഗ് ഇൻ ടു ആൻ അണ്ടർ വാല്യൂ ടെറിട്ടറി എന്നാണ്. ഒരു ഫെയർ വാല്യൂഷൻ 88ഉം 88.5ഉം ഒക്കെ വരണം. അപ്പോൾ RBI അതിനെ അണ്ടർ വാല്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. നമുക്കറിയാലോ, ചൈനയുടെ ഗ്രോത്ത് കംപ്ലീറ്റ് ചെയ്തത് യുവാനെ ആർട്ടിഫിഷ്യലി ഡിപ്രിഷിയേറ്റ് ചെയ്ത് വെച്ചിട്ട് എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ്നെസ് ഉണ്ടാക്കിക്കൊണ്ടാണ് യുവാൻ പോയത്, അല്ലെങ്കിൽ ചൈന മുന്നോട്ട് പോയതെന്നുള്ളതാണ് അതിനകത്തുള്ള രസം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യയുടെ എക്സ്പോർട്ട് ഡീറ്റെയിൽസ് ആണ്. ഇന്ത്യയുടെ എക്സ്പോർട്ട് ഡേറ്റ വന്നത് മർച്ചൻഡൈസ് എക്സ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ റോസ് 19.4% ഇയർ ഓൺ ഇയർ. എക്സ്പോർട്ട്സ്, മെർക്കൻഡൈസ് ഗുഡ്സിൻ്റെ എക്സ്പോർട്ട്സ് റോസ് 19.4% ഇയർ ഓൺ ഇയർ ടു $38.1 billion ഇൻ നവംബർ. അതായത് 4 മാസം എനിക്ക് തോന്നുന്നു ഏറ്റവും ഫാസ്റ്റസ്റ്റ് പേസിലാണ് അത് ഗ്രോ ചെയ്തിരിക്കുന്നത്. എന്താണ് അതിനകത്തുള്ള ഡീറ്റെയിൽസ് നമ്മൾ വായിച്ച് നോക്കുമ്പോൾ US മർക്കൻഡൈസ് എക്സ്പോർട്ട്സ് ഭയങ്കരമായിട്ട് കൂടിയിരിക്കുന്നു. എത്ര? 22.6% അപ്പാണ് US എക്സ്പോർട്ട് ചെയ്തതെന്നുള്ള. അപ്പോൾ കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് റിലീസ് ചെയ്ത ഡേറ്റ് ആണ്. നമ്മൾ US ആയിട്ട് എന്താ നമുക്ക് പ്രശ്നം? ഇപ്പോൾ ടാരിഫും ട്രേഡ് ഡീലും എക്സ്പോർട്സും ആണ് പ്രശ്നമെങ്കിൽ ഇപ്പോൾ ഡേറ്റ കാണിക്കുന്ന എത്ര? 22.6% റൈസ് ആണ് US എക്സ്പോർട്സ് കാണിക്കുന്നത് എന്നുള്ള. അതായത് എക്സ്പോർട്സ് വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നു. നമ്മൾ നോക്കുമ്പോൾ എഞ്ചിനീയറിംഗ് ഗുഡ്സ്, ഇലക്ട്രോണിക്സ്, ജെംസ് ആൻഡ് ജ്വല്ലറി, ഫാർമ പ്രോഡക്ട്സ്, പെട്രോളിയം പ്രോഡക്ട്സ് ആണ് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ എക്സ്പോർട്ടിനെ ഉയർത്തിയത്. എന്നാൽ ഇമ്പോർട്ടിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ഇടിവും വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഗോൾഡ് ഇമ്പോർട്ട് ചെയ്തത് വളരെ കുറഞ്ഞു എന്നുള്ള. അതായത് ഈ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് എന്താ? ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നു, അതിനേക്കാട്ടിലും കുറവ് രീതിയിൽ എക്സ്പോർട്ട് ചെയ്യും. അതായത് അവർ ഇമ്പോർട്ട് ഇസ് ഹയർ ദാൻ എക്സ്പോർട്ട്സ് എന്നുള്ളതാണ് ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ ട്രേഡ് ഡെഫിസിറ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ചൈന അങ്ങനെയല്ല, ട്രേഡ് സർപ്ലസ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ചൈനയും US തമ്മിലുള്ള പ്രശ്നം ഉടലെടുത്തത്. അങ്ങനെയാണ് ഒരു ടാരിഫിൻ്റെ കാര്യത്തിലേക്ക് വരുന്നത്. അതിലും ഇന്ത്യയൊക്കെ പെട്ടുപോയി. കാരണം ഇന്ത്യക്ക് പല രാജ്യങ്ങളായിട്ട് ട്രേഡ് ഡെഫിസിറ്റ് ആണെങ്കിലും US ആയിട്ട് ട്രേഡ് സർപ്ലസ് ആണ്. അതായത് വി എക്സ്പോർട്ട് മോർ ദാൻ വി ഇമ്പോർട്ട് ഫ്രം US എന്നുള്ള. അപ്പോൾ ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് തന്നെയാണ്. ട്രേഡ് എന്ന് പറയുന്നത്, ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഡെഫിസിറ്റ് തന്നെയാണ്. നമ്മൾ സർപ്ലസ് അല്ല എങ്കിൽ പോലും ആ ഡെഫിസിറ്റ് ഒന്ന് നാരോ ചെയ്തിരിക്കുന്നു എന്നുള്ളത്. അതായത് എക്സ്പോർട്സ് ഇപ്പോൾ നവംബറിൽ നോക്കുകയാണെങ്കിൽ എക്സ്പോർട്ട് ഗ്രോ ചെയ്തു, എന്നാൽ ഇമ്പോർട്ട് കുറയും കൂടെ ചെയ്തപ്പോൾ അങ്ങനെ വന്നു എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതായത് കോമേഴ്സ് സെക്രട്ടറി രാജേഷ് അഗർവാൾ, അദ്ദേഹം ഈ ടാരിഫിൻ്റെ കാര്യങ്ങൾക്ക് US ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ത്? ഇന്ത്യ ഹെൽഡ് ദ ഫോർട്ട്. അതായത് ഇന്ത്യ അതിൻ്റെ സ്പേസ് അങ്ങനെ തന്നെ പിടിച്ചു വെച്ചു എന്നാണ്. അതായത് US ആയിട്ട് ഈ ട്രേഡ് കാര്യങ്ങളിൽ പ്രശ്നം ഉണ്ടായിട്ട് പോലും ആ ഡേറ്റ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് രാജേഷ് അഗർവാൾ ഒരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞു, 50% ട്രേഡ് ടാരിഫ് ഓൺ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ മറ്റുള്ള എക്സ്പോർട്ടിലെ കോമ്പീറ്റിംഗ് കൺട്രീസ് ആയിട്ട്, ഇപ്പോൾ നമ്മൾ വിയറ്റ്നാമോ, മെക്സിക്കോ, തായ്ലൻഡ്, ഇന്തോനേഷ്യ, ചൈനയൊക്കെ ആയിട്ടായിരിക്കാം ഈ ഉദ്ദേശിക്കുന്നത്. അവരായിട്ട് 30% ഡിഫറൻഷ്യലിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്നിട്ട് പോലും ഇന്ത്യയുടെ എക്സ്പോർട്ട് ഫിഗേഴ്സ് നല്ലതാണെന്നാണ് ഈ പറയുന്ന ഫിഗേഴ്സ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇന്ത്യൻ കമ്പനീസിൻ്റെ എക്സ്പോർട്ട് സപ്ലൈ ചെയിനിൽ വലിയ ചേഞ്ച് വന്നിട്ടില്ല എന്നുള്ളത്. ഇപ്പോൾ ജെംസ് ആൻഡ് ജ്വല്ലറീസ് ഒക്കെ അപ്പാണെന്ന് നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തു. പെട്രോളിയം പ്രോഡക്ട്സ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അപ്പാരൽസും ഗാർമെൻറ്റും കുറച്ച് അക്വാകൾച്ചർ, സീ ഫുഡ് പ്രോഡക്ട്സ് കമ്പനീസുമാണ് കുറച്ച് നെഗറ്റീവിൽ കിടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫൈൻ പ്രിന്റ് വായിക്കാനായിട്ട് എനിക്ക് സമയം കിട്ടില്ല. ബട്ട് ഫോണും ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ഏകദേശം 39% ഒരു കയറ്റുമതി വർദ്ധിച്ചതായിട്ടാണ് നമുക്ക് വാർത്ത. വിഷ്ണു, ഇതിനകത്ത് നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ എന്തിനാണ് US നമ്മളെ പണിഷ് ചെയ്തത്? നമുക്ക് ടാരിഫ് വച്ചിരിക്കുന്നത് എന്താ? ടാരിഫ് വച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ത്യ നേരെ രീതിയിൽ, അതായത് ഫ്രീ ആൻഡ് ഫെയർ ട്രേഡ് ഇന്ത്യ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇന്ത്യക്ക് ഒരു പണിഷ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ എക്സ്പോർട്ട്സ് ഒന്ന്
എന്താ ഒരു ഇടിവ് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് US ഇപ്പോൾ ടാരിഫ് വെച്ചേക്കുന്നത്. ഇതിപ്പോൾ വന്ന് നോക്കുമ്പോൾ ഡേറ്റ നോക്കുമ്പോൾ ടാരിഫ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് US-നെയാണ് ഇന്ത്യ കാട്ടുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ത്യക്ക് മേലിൽ ടാരിഫ് വെച്ചാൽ അർത്ഥമില്ലെന്നുള്ള രീതിയിലേക്ക് ആയിപ്പോയി എന്നുള്ളത്. ഇതിപ്പോൾ ടാരിഫ് ഹാസ് ബിക്കം എ നോൺ ഈവൻറ്റ്. അതായത് ടാരിഫ് എന്ന് പറയുന്നത് ഒരു സെൻറ്റിമെൻ്റൽ ബൂസ്റ്റ് എന്നല്ലാതെ ഈ പറയുന്ന പോലെ ഫിഗേഴ്സ് അതൊന്നും കൊറോബറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഞാൻ അതിനകത്തൊന്ന് കുറച്ച് നോക്കിയപ്പോഴേ ഗുഡ്സ് എക്സ്പോർട്ടഡ് ടു US ഇൻ 2025 ഇന്ത്യ US-ലേക്ക് ചെയ്ത എക്സ്പോർട്ട്സ് ഞാൻ നോക്കിയപ്പോൾ ജൂലൈയിൽ 8 ബില്യൺ, ഓഗസ്റ്റിൽ 6.8 ബില്യൺ, സെപ്റ്റംബറിൽ 5.5 ബില്യൺ, ഒക്ടോബറിൽ 6.3 ബില്യൺ, നവംബറിൽ 7 ബില്യൺ. വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല എന്നുള്ളത് അത് വളരെ ആശ്ചര്യമായിട്ടുള്ളതെന്നുള്ള അതിനകത്തൊരു. അപ്പോൾ ഞാനിത് ആക്ച്വലി ഈ ട്രേഡ് ഡീലിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ആദ്യം നമ്മുടെ പ്രേക്ഷകരോടും നമ്മുടെ സുഹൃത്തുക്കളോടും പറയുന്നില്ല, എക്സ്ട്രീംലി സോറി. കാര്യം നമ്മൾ നവംബർ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു വി എക്സ്പെക്ട് എ ട്രേഡ് ഡീൽ ടു ഹാപ്പൻ ബൈ നവംബർ എൻഡ്, ഒരു മാസത്തിനുള്ളിൽ നടക്കുന്നു പറഞ്ഞു. അത് പാടെ തെറ്റിപ്പോയി എന്നുള്ള കാര്യത്തിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു, ക്ഷമിക്കുന്നു, അപ്പോളജൈസ് ചോദിക്കുന്നു. ഇതൊരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ളൊരു ബെറ്റ് എടുത്ത് നോക്കിയാണ് നടന്നില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല മന്ത് അവസാനമായപ്പോഴത്തേക്ക് നവംബറിൽ പുടിൻ, അതായത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയും US-ഉം തമ്മിൽ നവംബർ മാസം വലിയ ബന്ധമൊന്നും ഇല്ലായിരുന്നു എന്നുള്ള, എന്നിട്ടും നമ്മൾ പറഞ്ഞു നടക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് നടന്നില്ല. അത് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റ് തന്നെയാണ്. ആ ഫോർകാസ്റ്റ് പാടെ പൊളിഞ്ഞു എന്നുള്ള കാര്യം തന്നെയാണ്. ബട്ട് പുടിൻ വന്നതിൻ്റെ നെക്സ്റ്റ് വീക്ക് തന്നെ വീണ്ടും ഒരു ഡെലിഗേഷൻ ഇന്ത്യയിലേക്ക് വന്നതിൽ ഞാനും സർപ്രൈസ്ഡ് ആയിപ്പോയി എന്നുള്ളത്. അത് പെട്ടെന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയും ഒരു പ്രതീതിയും കൂടെ ഉണ്ടാക്കിയിരുന്നു. ബട്ട് നമ്മൾ വിചാരിച്ച പോലെ ട്രേഡ് ഡീൽ നടന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്നുള്ള. ബട്ട് വി ഫെയിൽഡ് ഇറ്റ് മിസറബിളി ഇൻ പ്രഡിക്റ്റിംഗ് ദാറ്റ്. ഒരുപാട് കാര്യങ്ങൾ പ്രഡിക്റ്റ് ചെയ്ത് കറക്റ്റായെങ്കിലും ഈ കാര്യം നമ്മൾ പ്രഡിക്റ്റ് ചെയ്തതുപോലെ നമ്മൾ വിചാരിച്ച പോലെ ട്രംപ് വിചാരിച്ചില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത എന്നുള്ളത്. ബട്ട് ഒരു കാര്യം എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഞാൻ ഇനി ടൈം ഫ്രെയിം പറയില്ല. ഇന്ത്യക്ക് ഇപ്പോൾ ഇതുവരെ ട്രേഡ് ഡീൽ ആയിട്ടില്ല. ഇനിയിപ്പോൾ ട്രേഡ് ഡീലിൽ കാര്യമില്ലെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇനിയിപ്പോൾ എന്തായാലും ട്രേഡ് ഡീൽ സൈൻ ചെയ്യും. കാര്യം ഇപ്പോൾ US-ൻ്റെ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ US-ൻ്റെ ബെനിഫിറ്റാണ് ഇപ്പോൾ ട്രേഡ് ഡീൽ സൈൻ ചെയ്യുക എന്നുള്ള കാര്യം. ഡേറ്റ ഒന്നും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള. പക്ഷേ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഇന്ത്യക്ക് ഒരു ഡബിൾ ധമാക്ക വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇന്ത്യക്ക് ഇനിയിപ്പം പെട്ടെന്ന് തന്നെ, അത് എന്താണെന്ന് എനിക്കറിയില്ല, മാർച്ചിന് മുമ്പേ എന്നുള്ളതാണ് ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സ് പോലും പറയുന്നത്. ഇനി നമുക്ക് ട്രേഡ് ഡീൽ കിട്ടുമ്പോൾ ഡബിൾ ധമാക്ക കിട്ടും. ഇന്ത്യ US ട്രേഡ് ഡീലും കിട്ടും, ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ഡീൽ കിട്ടും. നോക്കിക്കോളൂ, ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. എപ്പോഴാണ് നടക്കുന്നതെന്ന് എനിക്കറിയില്ല എന്നുള്ളത് ഞാൻ പറയുന്നു എന്ന് മാത്രം. അത് അതുപോലെ വരണമെന്നില്ല. ഈ പറഞ്ഞ ട്രേഡ് ഡീലിൻ്റെ കാര്യത്തിൽ നമ്മൾ തെറ്റായി പോയതുകൊണ്ട് നമ്മൾ വീണ്ടും ക്ഷമ ചോദിക്കുന്നു എന്നുള്ളൂ. ഇനി ഇൻഫ്ലേഷൻ ഡേറ്റയിലേക്ക് വരാം. ഈ ഫാക്ടറി ഗേറ്റ് ഇൻഫ്ലേഷൻ നമ്മൾ മെഷർ ചെയ്യുന്നത് ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ബേസിൽ, അതായത് ഫാക്ടറിയിൽ നിന്ന് വിട്ടുപോകുന്നത്, അതായത് സപ്ലയറിൻ്റെ അടുത്ത് പോകുന്നതല്ല, കൺസ്യൂമറുടെ അടുത്തേക്ക് പോകുന്നതല്ല, നമ്മുടെ ഫാക്ടറി വിട്ടു പോകുന്ന കാര്യങ്ങളുടെ ആ ഒരു ഇൻഫ്ലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് സ്ട്രേറ്റ് മന്ത് മൈനസാണ്, 0.3%. അതായത് ഡീഫ്ലേറ്ററി ടെറിട്ടറിയിലാണെന്നുള്ളതാണ് പ്രത്യേകത. എന്തുകൊണ്ടാണ്? ഫുഡ് ആർട്ടിക്കിൾസ്, മിനറൽ ഓയിൽസ്, ക്രൂഡ് പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് ഇതെല്ലാം ചീപ്പറായതുകൊണ്ട് ഇൻഫ്ലേഷൻ, ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷനും -0.03 എന്നുള്ള ലെവലിലാണ്, അതായത് ഡിഫ്ലേഷൻ ലെവലിൽ കിടക്കുകയാണെന്നുള്ള ബേസ് എഫക്റ്റും കൂടെ അതിനെ ഹെൽപ്പ് ചെയ്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാലോ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഒക്ടോബറിൽ 0.3% ആയിരുന്നു റെക്കോർഡ് ലോ. നവംബർ ആയപ്പോഴത്തേക്കും അത് 0.7% ആയിട്ട് ഉയർന്നു എന്നാണ്. ഡിസംബറിൽ ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് 1.5% ആണ്. അതായത് RBIയുടെ ടാർഗറ്റ് എത്രയാണ്? 2025-26 RBIയുടെ ടാർഗറ്റ് 2% ആണെങ്കിൽ ഈ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഇന്ത്യ എൻഡ് ചെയ്യാൻ പോകുന്ന റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഫിഗർ എന്ന് പറയുന്നത് RBIയുടെ ടാർഗറ്റ് 2%-ക്കാളും താഴെ 1.85 1.9%-ലേക്കോ ആവാം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് ഇൻഫ്ലേഷനും ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ള. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് നമുക്ക് നോക്കാം. ഇത് നമ്മളൊന്ന് സൂചിപ്പിച്ചു നമ്മുടെ തുടക്കത്തിൽ തന്നെ. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഫെൽ ടു 4.7% ഇൻ നവംബർ. അതായത് ഏപ്രിലിന് ശേഷമുള്ള ലോവസ്റ്റ് ഫിഗറാണ് അൺഎംപ്ലോയ്മെൻറ്റ്. അതായത് ഇന്ത്യയിൽ എംപ്ലോയ്മെൻറ്റ് റൈസ് ചെയ്യുന്നു എന്നുള്ള ഡേറ്റയാണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ബോത്ത് അർബൻ ആൻഡ് റൂറൽ ഏരിയാസിൽ ജോബ്സ് നന്നായിട്ട് പോകുന്നു എന്നുള്ള. പൊതുവേ ചിലപ്പോൾ പ്രേക്ഷകർ നമുക്ക് കമൻറ്റ് ചെയ്തേക്കാം ഈ ഡേറ്റയൊക്കെ തെറ്റാണെന്ന്. നമുക്കൊന്നും ചെയ്യാനില്ല. നമുക്ക് ഈ ഒഫീഷ്യൽ ഡേറ്റ വെച്ചിട്ട് മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. പൊളിറ്റിക്കലായിട്ട് അത് ഡേറ്റ കറക്റ്റാണോ തെറ്റാണോ എന്നൊന്നും പറയാൻ നമ്മളായിട്ടില്ല എന്നുള്ള ഡേറ്റ വെച്ച് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. ഇതിൽ നിന്നാണ് ഞാൻ പറയുന്നത് ഇന്ന് എന്നെ സംബന്ധിച്ച് ഡിസംബർ 16 എന്ന് പറയുന്നത് ദ ക്യൂരിയസ് കേസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഡേറ്റാണ്. ഞാൻ ഇത്രയും ഡേറ്റ ഞാനൊന്ന് വായിച്ചിട്ട് ഞാനൊന്ന് എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാനൊന്ന് സമ്മറൈസ് ചെയ്യാം. വളരെ രസകരമായിട്ടാണ് ഇത് കാര്യം കാണുന്നത്. ഇതാണ് ഞാൻ ഇന്ത്യയുടെ ഏറ്റവും വലിയ, അതായത് നമ്മൾ പറയില്ലേ ഇന്ത്യയിൽ 2 വൈരുദ്ധ്യങ്ങളാണ് നടക്കുന്നത്. അതായത് എന്താണ് നടക്കണമെന്ന് വെച്ചാൽ നമുക്കൊന്നും അറിയില്ല. ഇന്ത്യ കുഡ് ബി എ സീബ്ര ഇൻ എ ലയൺ കൺട്രി. അതായത് ഒരു എന്താ പറയുക, ലയൺസ് ഒക്കെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു സീബ്രയെ പോലെ ആയിട്ടാണ് ഇന്ത്യ കാണുന്നത് എന്നുള്ളത്. അതായത്
ഒരു കാര്യം നോക്കൂ, ഇന്ത്യയുടെ ബഡ്ജറ്റിൽ വന്ന ഇൻകം ടാക്സ് റേറ്റ് കട്ട് എത്രയാണ്? ഹിസ്റ്റോറിക് ആയിട്ടുള്ളോ, ഇന്ത്യയുടെ ചരിത്രത്തിൽ 12 ലക്ഷം രൂപ വരെ ഇന്ത്യൻ എന്താ പറയുക സാധാരണ സിറ്റിസൺസിന് ഇതേപോലെ റേറ്റ് കട്ട് വന്നിട്ടില്ല. 12 ലക്ഷം രൂപ വരെ റേറ്റ് കട്ട് കിട്ടിയിരിക്കുന്നു എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് അല്ലേ? ഞാൻ ഈ പറയാൻ പോകുന്ന പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് എന്ന് വെച്ചാൽ നമ്മൾ നിത്യോപയോഗത്തിന് മേടിക്കുന്ന 95% ഓഫ് പ്രോഡക്ട്സ് GST2 വന്നതോടുകൂടി നല്ല ഹിസ്റ്റോറിക് ലോ ലെവലിലാണ് അല്ലേ? ഹിസ്റ്റോറിക് ലോ ലെവൽ എന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ GSTയിൽ നല്ല രീതിയിലുള്ള സ്ട്രക്ചറൽ റിഫോം വന്നു എന്നുള്ള. അപ്പം നമ്മുടെ കയ്യിൽ പൈസയും തന്നു, മേടിക്കാനുള്ള സാധനങ്ങളുടെ വിലയും കുറച്ചു എന്നുള്ളത് എക്കണോമിക്കലായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് തന്നെയാണെന്ന് നോക്കാം. ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണ്? ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് റേറ്റ് സ്ലൈഡിങ് ഡൗൺ അല്ലേ? RBI എന്ന് പറയുന്നത് ആ ഒരു എന്താ പറയുക ഗ്ലൈഡ് പാറ്റേണിലാണ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് ഓരോ മോണിറ്ററി പോളിസിയിലും കുറച്ചുകൊണ്ട് വരുന്നത്. അതായത് കോസ്റ്റ് ഓഫ് ഡൂയിങ് ബിസിനസ് അല്ലെങ്കിൽ ഒരു ലോൺ എടുത്ത് ഒരു ബിസിനസ് ചെയ്ത് പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കി എക്കണോമി ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകാൻ ആ കോസ്റ്റ് കുറഞ്ഞിരിക്കുന്നു. ബിക്കോസ് വി ആർ ഗെറ്റിംഗ് മണി അറ്റ് എ ചീപ്പർ റേറ്റ് എന്നുള്ളതും ഇന്ത്യൻ എക്കണോമിക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യം. ജോബ്ലെസ് ക്ലെയിംസ് എത്രയാണ് നമ്മൾ പറഞ്ഞത്? ഏപ്രിലിന് ശേഷം ലോവസ്റ്റ്, അതായത് ലാസ്റ്റ് 4-5-6 മാസത്തിനുള്ളിൽ ഏറ്റവും ലോവസ്റ്റ് ആണ് ജോബ്ലെസ് ക്ലെയിംസ്. അതായത് ആൾക്കാർക്ക് ജോലി കിട്ടുന്നു. അതിൻ്റെ അർത്ഥം എന്താ? എക്കണോമി നന്നായിട്ട് പോകുന്നു, ബിസിനസ്സുകൾ നന്നായിട്ട് പോകുന്നു എന്നുള്ളതാണ് ഡേറ്റ സൂചിപ്പിക്കുന്നത്. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എത്രയാണ്? ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിന് നമ്മൾ ഇപ്പോൾ മെൻഷൻ ചെയ്തോളൂ മൈനസ് ലെവലിലാണ്, ഡീഫ്ലേറ്ററി ലെവലിലാണെന്നുള്ള. അതെ. നമ്മുടെ കൺസ്യൂമറിൻ്റെ പ്രൈസ് ഇൻഫ്ലേഷൻ എത്രയാണ്? RBI എസ്റ്റിമേറ്റ് 2% ആണ് ഫോർ ദ ഫുൾ ഇയർ. നമ്മൾ ഏതാണ്ട് 1.85 to 1.9%. അതായത് RBIയുടെ 2% ടാർഗറ്റിനേക്കാളും കുറവായിരിക്കും. ദാറ്റ് മീൻസ് ഇൻഫ്ലേഷൻ ഹോൾസെയിൽ ലെവലിലും അത് കൺസ്യൂമർ ലെവലിലും ലോ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. GSTക്ക് വില കുറച്ചുകൂടി സാധനങ്ങളുടെ ഇൻഫ്ലേഷൻ്റെ വില കുറയുകയും കൂടെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. ഇനി നമ്മുടെ രാജ്യത്തിൻ്റെ ഡെപ്റ്റ് ടു GDP, അതായത് ഇന്ത്യയുടെ GDPയും അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഡെപ്റ്റിൻ്റെയും റേറ്റ് നമുക്ക് നോക്കാം. നിർമ്മല സീതാരാമൻ്റെ ഇന്നത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? വി വിൽ ക്ലോസ് ദിസ് ഫിനാൻഷ്യൽ ഇയർ 2025-26 എത്രയ്ക്കാണെന്നറിയോ? ഇന്ത്യൻ ഡെപ്റ്റ് ടു GDP റേഷ്യോ 56.1%, 56.1% ആയിട്ട് കുറയും എന്നുള്ളതാണ്. അതായത് പറയുന്നത് വെച്ചാൽ 2030 ഡെപ്റ്റ് ടു GDP ഇന്ത്യ 50% ആക്കുക. അതായത് കൺസോളിഡേഷൻ, അതായത് നമ്മൾ ആ പ്രൂഡൻസി, അതായത് നമ്മുടെ ഡെപ്റ്റ് GDPക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഡെപ്റ്റ് നമ്മൾ കുറച്ച് കൊണ്ടുവരും. അതിന് 2 കാരണങ്ങളുണ്ട്. ഡെപ്റ്റ് കുറയ്ക്കുകയും ചെയ്യണം, GDP കൂട്ടുകയും ചെയ്യണം. അപ്പോൾ ഡെപ്റ്റ് ടു GDP റേഷ്യോ 56% എന്ന് പറയുന്നത് എങ്ങനെ വായിക്കണം എന്നറിയോ? എങ്ങനെ വായിക്കണം എന്ന് വെച്ചാൽ US-ൻ്റെ ഡെറ്റ് ടു GDP എത്രയെന്നറിയോ വിഷ്ണു? 120% തൊട്ട് 150 വരെ. ജപ്പാൻ്റെ എത്രയെന്നറിയോ? 230 തൊട്ട് 235 വരെ. ഫ്രാൻസിൻ്റെ GDPയുടെ 110 തൊട്ട് 115 അവരുടെ ഡെറ്റ് ടു GDP. UK-യുടെ 100 to 101%. ചൈനയുടെ 88 to 96%. ജർമ്മനിയുടെ 60 to 63% ഓഫ് GDP ആണ് ഇവരുടെ കടം. ഇന്ത്യയുടെ എത്രയാണ്? 56% of GDP. So imagine India is at a favorable position compared to other countries എന്നുള്ളതാണ്. അത് മാത്രമല്ല ഇന്ത്യയുടെ കോർപ്പറേറ്റ് ഡെപ്റ്റ് ടു GDP നോക്കാം. ഞാനിപ്പോൾ പറഞ്ഞത് എന്താ? ഞാനിപ്പോൾ പറഞ്ഞത് ഗവൺമെൻറ്റിൻ്റെ ഡെപ്റ്റാണ്. ഇനി ഇന്ത്യൻ കമ്പനികളുടെ ഡെപ്റ്റ് ടു GDP എത്രയും നോക്കാം. എത്രയെന്നറിയോ? 15 തൊട്ട് 18% വരെയാണ് ഇന്ത്യൻ കമ്പനികളുടെ കോർപ്പറേറ്റ് ഡെപ്റ്റ് ടു GDP എന്ന് പറയുന്ന ഫിഗർ. അതായത് നമ്മളൊന്ന് നോക്കാം. US-ൻ്റെ എത്രയെന്നറിയോ? 75 തൊട്ട് 80%. ചൈനയുടെ എത്രയെന്നറിയോ? 36 to 45%. സൗത്ത് കൊറിയയുടെ എത്രയെന്നറിയോ? 80%. ഇന്ത്യ എത്ര കിടക്കണേ? 15 to 80%. അതായത് 2025-ലും 2024-ലും ഇന്ത്യയുടെ കോർപ്പറേറ്റ്സ് മാസീവ് ഡീലിവറേജിങ് സൈക്കിൾ, അതായത് ആ ഡീലിവറേജ് ചെയ്ത് അവരുടെ ബാലൻസ് ഷീറ്റ് ക്ലീൻ ആക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ള. ഇനിയിപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ഗവൺമെൻറ് ഡെപ്റ്റ് പറഞ്ഞു, അതായത് ഡെപ്റ്റ് ടു GDP പറഞ്ഞു. നമ്മൾ ഇനി പറയാൻ ഏതാണ്? കോർപ്പറേറ്റ് ഡെപ്റ്റ് ടു GDP പറഞ്ഞു. ഇനി നമുക്ക് അഗ്രിഗേറ്റ് ഡെപ്റ്റ് ടു GDP നോക്കാം. അഗ്രിഗേറ്റ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഡെപ്റ്റ് പ്ലസ് പബ്ലിക് ഡെപ്റ്റ്, അതായത് ഗവൺമെൻറ് ഡെപ്റ്റും കൂടെ ചേർന്ന് എത്രയാണെന്ന് നോക്കാം. എത്രയെന്ന് അറിയോ? ഇന്ത്യയുടെ 158% ഓഫ് GDP. 158% ഓഫ് GDP. മറ്റുള്ള രാജ്യങ്ങളിലൊന്ന് നോക്കിയാലോ? US-ൻ്റെ 310%, UK-യുടെ എത്ര? 330%, ചൈനയുടെ എത്ര? 300%, ജപ്പാൻ്റെ 380%, ഫ്രാൻസിൻ്റെ 340%. ഓൾമോസ്റ്റ് ഡബിൾ. അപ്പോൾ ഇന്ത്യ എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായല്ലോ. ഇന്ത്യൻ ബാങ്കിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഇന്ത്യൻ ബാങ്ക്സിന് ഇപ്പോൾ NPS ഒന്നും വലിയ പ്രോബ്ലം ഒന്നുമില്ല. ഇന്ത്യൻ ബാങ്ക്സ് ആർ ഇൻ എ കംഫർട്ടബിൾ പൊസിഷൻ. ബാങ്ക്സ് ആർ വെൽ ക്യാപിറ്റലൈസ്ഡ് ആണ്. പിന്നെ ഇന്ത്യയുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്താ? കൺട്രോൾഡ്. ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് എന്താ? കൺട്രോൾഡ്.
ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്താ? ഇൻ കൺട്രോൾ, കംഫർട്ടബിൾ ലെവലിലാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് എത്രയാണ്? $687 billion forex reserve, enough to cover more than 11 months of imports. Such a favorable situation we are into. ഒന്ന് ആലോചിച്ച് നോക്കുക. അത് മാത്രമല്ല, ഇന്ത്യയുടെ എക്സ്റ്റേണൽ ഡെപ്റ്റിൻ്റെ 95 to 96% കവർ ചെയ്യാൻ പറ്റുന്ന ഫോറക്സ് റിസർവ് നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം എക്കണോമിയെ സംബന്ധിച്ച്. ഇന്ത്യയുടെ ഗോൾഡ് റിസർവോ $106 billion. ഇന്ത്യയുടെ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റോ എന്ന് വെച്ചാൽ ഹോൾഡിംഗ് വിത്ത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എത്രയെന്നറിയോ? $18.7 billion. അതുകൂടാതെ ഇന്ത്യയുടെ റിസർവ് പൊസിഷൻ ഇൻ IMF എത്രയെന്നറിയോ? $4.68 billion. അതായത് ഇനി എന്ത് പറയണം? ഗവൺമെൻറ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ഗവൺമെൻറ് ആണ് പൊളിറ്റിക്കലി എന്നുള്ളത്. ഇതിൽ കൂടുതൽ എന്താണ് ഇതിനകത്ത് വേണ്ടത്? അത് മാത്രമല്ല, ഇന്ത്യൻ എക്കണോമിയുടെ, ഇന്ത്യൻ ബിസിനസ്സുകളുടെയും റോ മെറ്റീരിയൽ ആയിട്ടുള്ള ക്രൂഡ് ട്രേഡ് ചെയ്യുന്നത് എത്രയാണ്? $61 പെർ ബാരലിൻ്റെ താഴെ. അതായത് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉണ്ടാക്കുന്നത് ക്രൂഡാണെന്നുള്ളത് അതും താഴെ തന്നെയാണെന്നുള്ളത്. India has got all the right ingredients and we have got the right recipe എന്നുള്ളതാണ് ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ ഇന്ത്യൻ മാക്രോ എക്കണോമിക് ഡീറ്റെയിൽസിനെ സംബന്ധിച്ചോളം. ബട്ട് വെൻ ഇറ്റ് കംസ് ടു സ്റ്റോക്ക് മാർക്കറ്റ്, വി ആർ ഇൻ എ സീബ്ര ഇൻ എ ലയൺ കൺട്രി എന്നുള്ള. നമ്മൾ സെപ്റ്റംബർ 2024, ഒക്ടോബർ 2024 ഒക്കെ വെച്ച് നോക്കിയിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമ്മൾ ഇൻഡെക്സിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ഏതാണ്ട് നിയർ ടു ഹൈ അല്ലെങ്കിൽ ഹൈയിൽ നിന്ന് ചെറിയ 3 to 4% ലോ ആയിട്ടാണ് കാണുന്നത് എന്നുള്ള. ഇൻഡെക്സിൽ വലിയ കുഴപ്പമൊന്നും സ്റ്റോക്ക് മാർക്കറ്റ് കാണിക്കുന്നില്ലെങ്കിലും ബ്രോഡർ മാർക്കറ്റായ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ബ്ലീഡിംഗ് ഉണ്ടാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാവരുടെ പോർട്ട്ഫോളിയോയും എല്ലാവരും റെഡിലാണ് എന്നുള്ള. എക്കണോമി പെരുമാറും പോലെ അല്ല സ്റ്റോക്ക് മാർക്കറ്റ് പെരുമാറിയിരിക്കുന്നത് എന്നുള്ള അതിനകത്തുള്ള രസകരമായിട്ടുള്ള കാര്യം. എന്താണ് അതിൻ്റെ കൾപ്രിറ്റ്? എന്തുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെ പറയുന്നത്? കോർപ്പറേറ്റ് ഏർണിങ്സ്. ഇന്ത്യൻ കമ്പനികളുടെ ഏർണിങ്സ് വെറും ലോ സിംഗിൾ ഡിജിറ്റായ 3% തൊട്ട് 5% മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന പ്രൈസ് വെച്ച് നോക്കുമ്പോൾ 3%, 5% ഏർണിങ്സ് വെച്ച് നോക്കുമ്പോൾ കമ്പനീസൊക്കെ ഓവർ വാല്യൂഡ് ടെറിട്ടറിയിലായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ നമ്മളെപ്പോലത്തെ ഇന്ത്യക്കാരൻ്റെ ക്യാപിറ്റൽ കേജ്ഡ് ക്യാപിറ്റലാണ്. നമുക്ക് വേറെ ഒരിടത്തും ഇൻവെസ്റ്റ് ചെയ്യാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്ത്യയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതേസമയം ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ മണിയോ കേജ്ഡ് ക്യാപിറ്റൽ അല്ല. അവർക്ക് ഓവർ വാല്യൂഷൻ ആയിട്ടുള്ള കൺട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് യാതൊരു ഗുണവും കിട്ടില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? അവരത് സെല്ല് ചെയ്തിട്ട് അവർക്ക് റിലേറ്റീവ്ലി അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ സ്റ്റോക്കുകളിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ FIIs ഇന്ത്യൻ മാർക്കറ്റിൽ കോർപ്പറേറ്റ് ഏർണിങ്സ് ഗ്രോത്ത് ഇല്ലാത്തത് കാരണം സെല്ല് ചെയ്ത് 2 കൊല്ലം കൊണ്ട് ഏതാണ്ട് $32 to $33 billion പൈസ ഇന്ത്യയിൽ നിന്ന് വലിച്ചെടുത്തുകൊണ്ട് പോയി US സ്റ്റോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഇന്ത്യൻ മാർക്കറ്റിലെ വീഴ്ചയുടെ കാരണം എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ടറിയാം. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഏതാണ്ട് 2025 കലണ്ടർ ഇയറിൽ മാത്രം നോക്കുകയാണെങ്കിൽ 4 തൊട്ട് 4 ലക്ഷം കോടി രൂപ മ്യൂച്വൽ ഫണ്ടുകളിലെ കയ്യിലേക്ക് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് കൊടുത്തു. പക്ഷേ എന്നിട്ടും മാർക്കറ്റ് കയറിയില്ല. കാര്യം എന്തുകൊണ്ടാണ്? മാർക്കറ്റിൽ ഓൾറെഡി FIIs സെല്ലേഴ്സ് ആയിരുന്നു. 2025 കലണ്ടർ ഇയറിൽ മാത്രം 1.6 lakh crore സെല്ലിംഗ് അവർ തന്നു എന്നുള്ള. അതുമാത്രമല്ല, ഇന്ത്യൻ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് സെക്കൻഡറി മാർക്കറ്റിൽ ഏതാണ്ട് 25,000 to 30,000 സെല് ചെയ്തു. ഇതുകൂടാതെ നമ്മൾ IPOs വന്നല്ലോ. IPOs റേസ് ചെയ്ത് ഏതാണ്ട് 1,60,000 crores ആണ് 2025. അതിൽ 1,10,000 crores ഓഫർ ഫോർ സെയിലാണ്. അതായത് ഏർലി ഇൻവെസ്റ്റേഴ്സ് എക്സിറ്റ് ചെയ്യാനാണ്. മ്യൂച്വൽ ഫണ്ട് പൈസ ഉപയോഗിച്ച് അവർക്കും അങ്ങ് എക്സിറ്റ് കൊടുത്തു. അതായത് ഓവർ വാല്യൂട്ടുള്ള IPO സബ്സ്ക്രൈബും ചെയ്തു എന്നുള്ള. ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോഴത്തേക്കും മ്യൂച്വൽ ഫണ്ടിലെ കാശ് ഏതാണ്ട് 3/4 ഭാഗത്തോളം ഈ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു. ബാക്കിയുള്ള കാശിൽ മ്യൂച്വൽ ഫണ്ട് എന്ത് ചെയ്തു? ബാക്കിയുള്ള കാശ് ഉപയോഗിച്ച് അവർ നിഫ്റ്റിയിൽ സെക്ടർ റൊട്ടേഷൻ കളിച്ച് അവരുടെ NAV ഉയർത്തിപ്പിടിക്കുന്നതായിട്ട്, അതായത് ഇയർ എൻഡായിട്ട് നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഫാക്ട് ഷീറ്റ് അയക്കുമ്പോൾ പോർട്ട്ഫോളിയോ അപ്പാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സെക്ടർ റൊട്ടേഷൻ കാണിച്ച് നിഫ്റ്റി പോപ്പപ്പ് ചെയ്ത് വെച്ച് പല സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഈ പൈസ ഉപയോഗിച്ച് പൈസ ഡ്രെയിൻഡ് ആയിപ്പോയി. ഇന്ത്യൻ മാർക്കറ്റ് ഒരിടത്തും പോയില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത. അതായത് ഇന്ത്യൻ മാർക്കറ്റ് പുറത്ത് നോക്കുമ്പോൾ ഒന്നും സംഭവിക്കാത്തതാണെങ്കിലും പോർട്ട്ഫോളിയോസ് എല്ലാം റെഡിലാണ്, നെഗറ്റീവാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിൻ്റെ ഇമ്പാക്റ്റ് എവിടെയാണ് വന്നത്? ഇത്രയും പൈസ ഇന്ത്യയിൽ നിന്ന് പുറത്തോട്ട് പോയപ്പം റുപ്പി എന്തായി? റുപ്പി 90ക്ക് മേളിലായി. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് 90.8ഉം 90.7ഉം ആണ്. 90.8, 90.7 ഇന്ത്യക്ക് ഗുണകരമാണോ? അല്ല, ഒരു രീതിയിലും ഡിപ്രീഷിയേറ്റിംഗ് റുപ്പി എന്ന് പറയുന്നത് നല്ല കാര്യമല്ല. ബട്ട് ഈസ് ഇറ്റ് എ ബിഗ് കൺസേൺ ടു ഇൻവെസ്റ്റ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്സ്? അബ്സല്യൂട്ട്ലി നോ. കാര്യം എന്നറിയോ? നമ്മുടെ 1990 ഇന്ത്യയും US തമ്മിലുള്ള ഇന്ത്യൻ റുപ്പിയുടെ വില എത്രയെന്നറിയോ? എത്രയായിരുന്നു വിഷ്ണു? 18 2014 ആയപ്പോൾ അത് എത്രയായിരുന്നു അറിയോ? 63. എന്നിട്ട് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കാശുണ്ടാക്കിയില്ലേ?
നമ്മുടെ എക്കണോമി ഇമ്പ്രൂവ് ചെയ്തില്ലേ? അതായത് 1990 18 റുപ്പിയാണ് ഡോളർ കിടന്നത്. അവിടുന്ന് എത്ര വന്നു? 63. 2014. 2014 നിന്ന് ഇപ്പം എത്രയായി? 63 നിന്ന് 90 മാർക്കറ്റ് കയറിയിരിക്കും. എക്കണോമിയിൽ നിന്നോ, അതായത് റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്യുന്ന സ്റ്റോക്ക് മാർക്കറ്റിനും എക്കണോമിക്കും മോശമല്ല എന്നുള്ള പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത്. കാര്യം അങ്ങനെയാണെങ്കിൽ 1990 ശേഷം 2014 വരെ ഇന്ത്യ എന്ത് രീതിയിലാണ് ഗ്രോ ചെയ്തത്? നല്ല രീതിയിലാണ് ഗ്രോ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്ത് 18 നിന്ന് 63 ആവണമെങ്കിൽ ഇന്ത്യ മോശമാവണമല്ലോ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് മോശമാവണ്ടേ? അതൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ള ഈ വക പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഒന്നും നമ്മളിവിടെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്. പഴയ ഗവൺമെന്റിനും പുതിയ ഗവൺമെന്റിന്റെ സമയത്തും ഇന്ത്യയുടെ കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്തിരുന്നു. ബിക്കോസ് വി റൺ എ ബിഗ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്. അതുകൊണ്ട് ഇന്ത്യ അങ്ങനെ തന്നെ നടക്കുള്ളൂ എന്നുള്ളതാണ്. അതൊന്നും ഇവിടെ പറഞ്ഞ് നമ്മൾ രാഷ്ട്രീയം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇതൊക്കെ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്ത സമയത്താണ് ഇന്ത്യൻ മാർക്കറ്റ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തേക്കുന്നത്. സോ ഇതൊന്നും ഇതിനകത്ത് പ്രോബ്ലം ആക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഇതിനകത്ത് നിന്ന് ആ വക കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് മാർക്കറ്റിൻ്റെ ഫണ്ടമെന്റൽസും സ്റ്റോക്കിൻ്റെ ഫണ്ടമെന്റൽസും മാത്രം നോക്കി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ ഇതിനകത്ത് നിന്ന് പൊളിറ്റിക്കൽ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പൊളിറ്റിക്കൽ പറയണോ, നമ്മൾ എവിടെ പോകണം? ഒരു കറണ്ട് അഫയേഴ്സ് ചാനലിൻ്റെ അടിയിൽ പോയി കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അസംബ്ലി ഹാളിൻ്റെ ഫ്രണ്ടിൽ പോയി സമരം ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സെക്രട്ടറിയേറ്റിൻ്റെ മുമ്പിൽ ചെന്ന് പന്തലിട്ട് നമ്മളവിടെ താമസിക്കണം. നമ്മൾ ഇതിനകത്ത് വരുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നല്ല സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ റിട്ടേൺ ഉണ്ടാക്കി മാത്രം മുന്നോട്ട് പോയാലേ നമുക്ക് ഇതിനകത്ത് കാര്യം നടക്കുന്നുള്ളൂ. എൻ്റെയും പൊളിറ്റിക്കലായിട്ടുള്ള ചിലപ്പോൾ കാര്യങ്ങൾ ഈ ഗവൺമെൻറ് എതിരായിരിക്കാം. ബട്ട് മാർക്കറ്റിലെ കാര്യം നമുക്ക് ഉള്ള ഡേറ്റ വെച്ചിട്ടേ പറഞ്ഞു. പിന്നെ ഡേറ്റ നമുക്ക് തെറ്റാണെന്ന് പറഞ്ഞാൽ ഇനി അതിനകത്തൊന്നും പറയാനില്ല. ഇതേപോലെ തന്നെ പല ഗവൺമെൻറ്റും വന്ന ഡേറ്റ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ മാർക്കറ്റിൽ 30 കൊല്ലം നമ്മൾ നീന്തി മുന്നോട്ട് പോയിരിക്കുന്നത്. അത് അന്നും വിശ്വസിക്കും, 1990 വിശ്വസിക്കും, 2014 വിശ്വസിക്കും, 2025 നമ്മൾ ഡേറ്റ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോകും. ബിക്കോസ് ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി. ഇന്ത്യ അപ്ഹോൾഡ് ചെയ്തിരിക്കുന്ന ആ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ വിശ്വസിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. അത് ഇന്ത്യ വരെ നമ്മൾ ചതിച്ചിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഓവർ ടു യു വിഷ്ണു. സുരേഷ് സാർ, എന്തായാലും മാർക്കറ്റിലോട്ട് വരുമ്പോൾ നമ്മൾ ഇന്ന് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. എസ്പെഷ്യലി മാർക്കറ്റിന് വീണ്ടും ചില ഇൻഗ്രീഡിയൻസ് മാർക്കറ്റിന് അനുകൂലമായി എന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തലാണ് താങ്കൾ നടത്തിയത്. നമ്മൾ ഓൾറെഡി ഒരു എപ്പിസോഡ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു മാർക്കറ്റിന് കുറേ സാഹചര്യങ്ങൾ അനുകൂലമായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ കൂടെ മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ ഇന്ന് ആഡിയായി ഉണ്ടായി. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ കൂടി പ്രേക്ഷകരോട് പങ്കുവെക്കാനുണ്ടോ? വിഷ്ണു, അത് പറഞ്ഞതിൽ ചെറിയൊരു അഡീഷൻ ഞാൻ പറയാം. അതായത് മാർക്കറ്റിൽ നല്ല കാര്യങ്ങൾ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞു, എക്കണോമിയിൽ നല്ല കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത്. മാർക്കറ്റിൽ നല്ല കാര്യങ്ങൾ ഇല്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതായത് ഇന്ത്യയിൽ ഞാൻ ഇപ്പോഴും പറഞ്ഞില്ലേ, ഞാൻ എല്ലാ പ്രേക്ഷകരോടും ഞാൻ കൈ കൂപ്പി റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മൾ കാര്യങ്ങളെ നമ്മളൊരു പൊളിറ്റിക്കൽ ആംഗിളിൽ കാണാതിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഈ 1990 നമ്മുടെ റുപ്പിയുടെ കറൻസി എത്രയായിരുന്നു? ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട് 18 ആയിരുന്നു. 2014 ആയപ്പോൾ എത്രയായി? 62, 63 ആയി എന്നുള്ള. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഇന്ത്യൻ കമ്പനീസ് ക്രിയേറ്റ് ചെയ്ത ആ ബിസിനസ്സും വെൽത്തും കാരണം നമുക്ക് എത്ര മൾട്ടി ബാഗറാണ് കിട്ടിയെന്നറിയോ? നമുക്ക് എന്തോരം മൾട്ടി ബാഗറാണ് കിട്ടിയെന്നറിയോ? പറയുമ്പോൾ കറൻസി എന്തോരം ഡിപ്രിഷിയേറ്റ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്നത്തെ ഗവൺമെൻറ്റും അതിൻ്റേതായ റിഫോംസ് ചെയ്ത് ആ റിഫോംസ് ചെയ്ത കാരണം കാര്യം 1990 ശേഷമാണല്ലോ നമുക്ക് IT ഇൻഡസ്ട്രിയിൽ തന്നെ ഇത്രയും ഓഫ് കോഴ്സ് ഈ റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്ത് IT ബിസിനസ്സിന് വളരെ ഫേവറബിൾ ആയിട്ട് വന്നു എന്നുള്ളതല്ല കാര്യം. അതുമാത്രമല്ല, എന്തോരം കമ്പനി ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് ഒക്കെ അല്ലെങ്കിൽ ആദിത്യ ബിർള ഗ്രൂപ്പൊക്കെ എന്തോരം, അല്ലെങ്കിൽ ടാറ്റാസൊക്കെ എന്തോരം വെൽത്താണ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത്. ആ സമയത്തും റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്യായിരുന്നു. ആ സമയത്ത് നമ്മൾ പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ആ ഒരു എന്താ പറയുക, ആ ബുൾ മാർക്കറ്റ് ഫേസ് നമ്മൾ മിസ് ചെയ്യില്ലായിരുന്നു. 2003, 4, 5, 6, 7 കാലഘട്ടത്തിൽ 2008 ഗ്ലോബൽ റിസഷന് മുമ്പേ എന്തോരം വെൽത്താണ് ഇന്ത്യൻ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത്. ഇന്ത്യൻ ഗവൺമെൻറ് എന്തോരം നല്ല റിഫോംസ് കൊണ്ടുവന്നിരിക്കുന്നു. നമ്മൾ പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് മൈനസ് കാണും. നമ്മളത് നോക്കിയിട്ട് കാര്യമില്ല. കാര്യം നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന കാര്യം വേറെ ഒന്നുമല്ല, നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത് കോർപ്പറേറ്റ് പ്രോഫിറ്റ്സ് ആണ്. ബിസിനസ്സുകൾ നന്നായിട്ട് റവന്യൂവും പ്രോഫിറ്റ്സും ഉണ്ടാക്കി ഡെപ്റ്റ് കുറയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് അതിനകത്ത് റീ റേറ്റിംഗ് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓവർ വാല്യൂഡ് ആണെങ്കിൽ അതിന് ഡീ റേറ്റിംഗ് വരും എന്നുള്ള. ഇതിന് നമ്മൾ റുപ്പി, മാക്രോ എക്കണോമിക്സ്, പൊളിറ്റിക്സ് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്നും ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം വെച്ചാൽ ഗവൺമെൻറ് നല്ല രീതിയിൽ അന്നും 1990 ശരി, 2000 ശരി, 2005 ശരി, 2010 ശരി, 2014 ശരി, 2020 ശരി, ഇന്നാണെങ്കിലും ശരി, ഞാനെന്നും അത് പാർട്ടി ഏതാണെന്നതുള്ളതല്ല, നമ്മൾ ആ ഗവൺമെൻറ്റിനെ വിശ്വസിക്കാനാണ് പോകുന്നത്. കാര്യം ഗവൺമെൻറ് അല്ല നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്നത് എന്താ? ഇന്ത്യൻ ബിസിനസ്സുകളെയാണ്. ഇന്ത്യൻ ബിസിനസ്സുകൾ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ കോർപ്പറേറ്റ് ഏർണിങ്സ് എന്നാണോ നമുക്ക് നന്നായി വരുന്നത്, ആ നന്നായിട്ട് വരുന്ന സമയത്താണ് ഇപ്പോൾ Q3 നല്ല കോർപ്പറേറ്റ് റിസൾട്ട്സ് വരുന്നത് വെച്ചാൽ അത് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്സ് അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് കയറുന്നില്ല. അപ്പോൾ എക്കണോമി വൈസായിട്ട് നമുക്ക് മാർക്കറ്റിൽ കാര്യങ്ങൾ പോസിറ്റീവ് ആയാലും ശരി നെഗറ്റീവ് ആയാലും ശരി
സ്റ്റോക്ക് മാർക്കറ്റ് നോക്കാൻ പോകുന്നത് ഒരേ ഒരു കാര്യങ്ങളേ ഉള്ളൂ, ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെ കോർപ്പറേറ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ്സ് ആണ്. അതിൻ്റെ പ്രോഫിറ്റ്സ് ഏതാണ്ട് 12%, 14% ഗ്രോത്ത് തരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു റാലി ഉണ്ടായിരിക്കും, സ്റ്റോക്ക് കയറിയിരിക്കും. ഇപ്പം തന്നെ ലാസ്റ്റ് ഒരു കൊല്ലമായിട്ട് മാർക്കറ്റ് എന്തോരം ബ്രോഡ് ബേസ്ഡ് ആയിട്ട് ഡൗൺ ആണ്. എന്നിട്ടും എത്രയോ 100-ൽ പരം സ്റ്റോക്കുകൾ 30%, 40% അതുകൊണ്ട് നമ്മൾ ഇതിനെ കറൻസി ആയിട്ടോ അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടോ നമ്മളിതിനെ കാണാതിരിക്കുക. എനിക്ക് 2004-ലും 2006-ലും 2008-ലും 2012-ലും ഒക്കെ ഈ പറയുന്ന പോലെ പൈസ തന്നിട്ടുണ്ട്. ഞാൻ അന്നത്തെ ഡേറ്റയും വിശ്വസിച്ചുണ്ട്, ഇന്നത്തെ ഡേറ്റയും വിശ്വസിച്ചുണ്ട് എന്നുള്ള കോർപ്പറേറ്റ് പ്രോഫിറ്റ്സ് ഇൻക്രീസ് ചെയ്തോ നമുക്ക് പൈസ കിട്ടിയിരിക്കും. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ടെമ്പററി ആയിട്ടുള്ള പ്രശ്നം കോർപ്പറേറ്റ് പ്രോഫിറ്റ്സ് സിംഗിൾ ഡിജിറ്റ് ഗ്രോത്ത് മാത്രമുള്ളൂ, അതും ലോവർ സിംഗിൾ ഡിജിറ്റ് 3 to 5% മാത്രമാണോ എന്നുള്ള. നമ്മൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം നമുക്കൊരു ഹാൻഡ് ഓവർ ഡീറ്റെയിൽ ആണോ? ആണ്. റുപ്പി, ഫിസിക്കൽ ഡെഫിസിറ്റ്, ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ഫോറക്സ് റിസർവ്സ്, ഇതൊക്കെ നമുക്കൊരു ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് ആണ്. ബട്ട് അൾട്ടിമേറ്റ്ലി ഇത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഇന്ത്യ വളരെ ഡിസ്ട്രസ്ഡ് അല്ലാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ കോർപ്പറേറ്റ് പ്രോഫിറ്റ്സ് വരികയാണെങ്കിൽ മാർക്കറ്റ് അതിനെ റിവാർഡ് ചെയ്തിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെയൊക്കെ ഈ മിഥ്യാധാരണകളൊക്കെ എടുത്ത് മാറ്റി കുറച്ചുകൂടെ നമ്മൾ മാർക്കറ്റിനെ പോലത്തെ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുമ്പോഴേ ആ സബ്ജക്റ്റിനകത്ത് നമ്മൾ സയൻസും മാത്സും പഠിക്കാൻ നേരത്ത് നമ്മൾ പൊളിറ്റിക്സ് ഇൻവോൾവ് ചെയ്യില്ലല്ലോ. അതേപോലെ തന്നെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ്സിനെ കണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഇതൊന്നും കൊണ്ടുവന്നിട്ട് കാര്യമില്ല. നമ്മൾ കോർപ്പറേറ്റ് പ്രോഫിറ്റ്സ് മാത്രം നോക്കുക, അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള കമ്പനി മേടിക്കുക, നിങ്ങൾക്ക് വെൽത്ത് ക്രിയേഷൻ ഉണ്ടായിരിക്കും. എക്കണോമി ഏത് രീതിയിൽ പോയാലും വളരെ മോശമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെൽത്ത് ക്രിയേറ്റിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആവശ്യം ഏതായാലും ഞങ്ങളിവിടെ ഡിസ്കസ് ചെയ്ത ഓരോ കാര്യങ്ങളും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് സ്വയം പഠിക്കുക, ഒപ്പം രജിസ്റ്റേർഡ് അനലിസ്റ്റുകളുടെ ഒപ്പീനിയൻസ് കൂടി തേടേണ്ടതാണ്. ഇതോടെ ഈ ഒരു ഓപ്പണിംഗ് അവേഴ്സിൻ്റെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സൊക്കെ അടുത്ത മണിക്കൂറിൽ റിസർച്ച് ടീം ജോയിൻ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. നന്ദി, നമസ്കാരം. Opening Hours with MyFin.